Hi all, welcome to Salem Technical only for engineers. നമ്മൾ 1 year സ്റ്റഡി പ്ലാനിന്റെ ഭാഗമായിട്ട് വീക്ക് 9 സ്ട്രക്ചറൽ അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഈ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഏതൊക്കെയാണ്? ഡിറ്റർമിനൻസി ആൻഡ് ഇൻഡിറ്റർമിനൻസി, ILD, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ആൻഡ് ആർച്ചസ് ആണ് അല്ലെ. എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ സൊല്യൂഷൻ പ്രോഗ്രാം ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. എസ്എയിലെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം, കൺസെപ്റ്റ് നല്ലപോലെ അറിഞ്ഞിരിക്കണം. നല്ല തഴക്കം വന്നാലേ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ എക്സാമിന് കാണാറുണ്ട്. മിക്കവാറും ആൾക്കാർ അത് ഒഴിവാക്കലാണ്, എസ്എ തിരിഞ്ഞു നോക്കാതെയാണ് പോകാറുള്ളത്. 5 മാർക്കിന് എസ്എ ചോദിക്കും. നിങ്ങൾ അത് നല്ലപോലെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ, കാര്യങ്ങൾ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആരും അറിയാത്ത, ആരും ചെയ്യാത്ത 5 ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. റാങ്കിന്റെ ഡിഫറൻസ് വലുതായിരിക്കും. ക്ലിയർ അല്ലേ? സോ കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് നോക്കാം. എന്താണ് പരിപാടി? വാട്ട് ഈസ് ഫോർ എ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ക്യാപിറ്റൽ H, ദാറ്റ് ക്യാൻ ബി HA ആവാം, HB ആവാം, നമുക്കറിയാം. ഓഫ് എ 2 hinged പരാബോളിക് ആർച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്, സബ്ജക്ട് ടു UDL. 2 hinged പരാബോളിക് ആർച്ച് സബ്ജക്ട് ടു UDL ആണ്. ഫിഗർ നിങ്ങൾക്ക് വേണ്ടി വരയ്ക്കുകയാണ് പെട്ടെന്ന്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, നമ്മൾ ഡിറൈവ് ചെയ്യുന്നതാണ്. 3 hinged ആർച്ചിന്റെ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തുകൊണ്ട് 1 year സ്റ്റഡി പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സിമിലർ വേ ഓഫ് ഡിറൈവിംഗ് ദ സെയിം ഇക്വേഷൻ ആണ്. സോ 2 hinge എന്ന് പറയുമ്പോൾ ആ ഒരു ആർച്ച് ആദ്യം നിങ്ങൾ വരച്ചു നോക്കണം. ഇതാണ് 2 hinged ആർച്ച്. അതിന് 2 hinges കാണുള്ളൂ. അറ്റ് ദ പോയിന്റ് A, അറ്റ് ദ പോയിന്റ് A ആൻഡ് അറ്റ് ദ പോയിന്റ് B 2 ആർച്ചസേ കാണുള്ളൂ. ഈ കാണുന്നത് തന്നെയാണ് അതിന്റെ സ്പാൻ ലെങ്ത് എന്ന് പറയുന്നത്. ക്രൗൺ പോയിന്റിലുള്ള ഈ പോയിന്റിനാണ്, ദിസ് ഹയസ്റ്റ് പോയിന്റ് ഈസ് ടേംഡ് ആസ് ക്രൗൺ പോയിന്റ്. ബട്ട് അവിടെ ഹിഞ്ച് ഇല്ല, അതുകൊണ്ടാണ് അതിനെ 2 hinges എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ സ്പാൻ ലെങ്ത്. ആൻഡ് ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? പരാബോളിക് ആർച്ച് ആണ്. അതുകൊണ്ട് എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റൈസ് ആണ്. നമുക്ക് അവിടെ റിയാക്ഷൻസ് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് VA ആൻഡ് ദിസ് ഈസ് VB. വെറുതെ റിയാക്ഷൻസ് വരില്ല. റിയാക്ഷൻസ് വരണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ റിയാക്ഷൻസ് വരണമെങ്കിൽ ലോഡിംഗ് പോസിബിൾ ആയിരിക്കണം. ഏതൊക്കെയാണ് ലോഡിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ പറയുന്ന ലോഡിംഗ് എന്താണ്? യൂണിഫോംലി സബ്ജക്ട് ടു UDL ആണ് അല്ലെ. സോ UDL നമ്മൾ വരയ്ക്കണം. ഇതാണ് UDL ലോഡിംഗ് കാണിച്ചിരിക്കുന്നത്. ത്രൂ ഔട്ട് ദ സ്പാൻ എന്താണ്? UDL ആണ്. ഓഫ് ദ എമൗണ്ട് W ആണ്. അങ്ങനെയാണെങ്കിൽ ദ റിയാക്ഷൻസ് HA ആൻഡ് HB ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ഇൻവേർഡ് വരയ്ക്കുന്നുള്ളത്. അതെല്ലാം നമ്മൾ 1 year സ്റ്റഡി പ്ലാനിന്റെ വീഡിയോ അടക്കം പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇതും എന്ത് തന്നെയാണ്? ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ HA HB is equal to എന്ത് തന്നെയാണ്? സെയിം ഇക്വേഷൻ WL² divided by 8 into H ആണ്. WL² divided by 8 into H ആണ്. ക്ലിയർ അല്ലേ? ഈസ് ദാറ്റ് ഓക്കെ? ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. സോ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ B, WL² divided by 8H. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് സ്പാൻ, H എന്ന് പറഞ്ഞാൽ റൈസ് ആണ്. ദാറ്റ് ഈസ് ടു ദ പോയിന്റ് ക്രൗൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വീണ്ടും 2 hinged ആർച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് സെമി സർക്കുലർ ആർച്ച് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പരാബോളിക് ആർച്ച് ആയിരുന്നു, അവിടെ റൈസ് ആണ് കണ്ടത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്? H എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ സെമി സർക്കുലർ ആർച്ച് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ ആണ്. അതുകൊണ്ട് ആ റൈസ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സർക്കിൾ ആയിരിക്കും. അത് സെമി സർക്കുലർ ആയാലും ശരി, സർക്കുലർ ആർച്ച് ആയാലും ശരി. ക്ലിയർ അല്ലേ? 2 hinged സെമി സർക്കുലർ ആർച്ച് വിത്ത് യൂണിഫോംലി ഫ്ലെക്സുവൽ റിജിഡിറ്റി ആൻഡ് റേഡിയസ് R carries a concentrated load W at the ground point. What is a horizontal thrust എന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിറൈവ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ബൈഹാർട്ട് ചെയ്യുന്ന ഫോർമുലാസ് ആണ്. ഒരു 3 കേസസ് ഉണ്ട്. 4 കേസസ് ഉണ്ട്. സോ വരയ്ക്കാൻ പോകുന്ന ഓരോ കേസ് ശ്രദ്ധിക്കാം. ഈ വാല്യൂസ് നിങ്ങൾ ഓർത്തിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഡയറക്ട്ലി ഒരുപാട് മാർക്കുകൾ കിട്ടും. ക്ലിയർ അല്ലേ? ഡയറക്ട്ലി ഈ ഫോർമുല ഓർക്കുക. സോ 2 hinged ആർച്ച് ആണ്. ദിസ് ഇസ് പോയിന്റ് A ആൻഡ് ദിസ് ഇസ് പോയിന്റ് B. 2 hinged സർക്കുലർ ആർച്ച്, സർക്കുലർ ഓർ എന്താണ്? സെമി സർക്കുലർ ആർച്ച് ആണ്. സെമി സർക്കുലർ ആർച്ചുകളെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ഏതാണ് സാധനം? 2 hinged ആണ്. ഇതെല്ലാം 2 hinged ആർച്ചുകളാണ്. ശ്രദ്ധിക്കുക. These are 2 hinged arches, semi circular or സർക്കുലർ ആർച്ചസ് ആണ്. ആദ്യത്തെ കേസ് നമുക്ക് വരയ്ക്കാം. ക്രൗൺ പോയിന്റിൽ ക്രൗൺ പോയിന്റിലാണ് W എന്ന് പറയുന്ന ലോഡ്. ക്രൗൺ പോയിന്റിലാണ് W എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് VA VB കണ്ടുപിടിക്കാൻ പറ്റും. VA VB ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് വിഷയമുള്ള കേസല്ല. എപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് HA ആൻഡ് HB ആണ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് HA ആൻഡ് HB ആണ്. ഡെറിവേഷൻ ആണ്. ഡിറൈവ് ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ ഗെറ്റ് ക്യാപിറ്റൽ H
that is horizontal test HA and HB is equal to W divided by pi എന്നാണ്. This is the case 1. This is case 1. എന്താണ് case 1? ക്രൗൺ പോയിന്റിൽ നിങ്ങളുടെ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നു. ക്രൗൺ പോയിന്റിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു W by pi ആണ്. ക്ലിയർ അല്ലേ? W by pi ആണ്. ഇതിന്റെ കേസ് 2 നോക്കാം നമുക്ക്. What about case 2? കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ വരയ്ക്കാം നമുക്ക്. ഡയലോഗ് നിങ്ങൾ എഴുതിയാൽ മതി. യെസ്, വീണ്ടും ഇറ്റ് ഈസ് എ എന്താണിത്? 2 hinged ആർച്ച് ആണ്, സെമി ഓർ സർക്കുലർ ആർച്ച് ആണ് എന്ന് പറയുന്നത് എങ്ങനെയാ മനസ്സിലാവുന്നത്? നോക്കിയേ, ഇത് തന്നെയായിരിക്കും സ്പാൻ ലെങ്ത്. ഇത് തന്നെയായിരിക്കും സ്പാൻ ലെങ്ത്. ബട്ട് ഈ പറയുന്ന ക്രൗൺ പോയിന്റിലേക്കുള്ള ഈ ഹൈറ്റ് അത് റേഡിയസ് ആയിരിക്കും. ഓക്കെ, അത് റേഡിയസ് ആയിരിക്കും. റൈസ് തന്നെയാണ്. നേരത്തെ റൈസ് എന്ന് പറയുന്ന ഒരു ഹൈറ്റ് ആണ് h മീറ്റർ. സിൻസ് ഇപ്പൊ നമ്മൾ സെമി സർക്കുലാറോ സർക്കുലാറോ പറയുന്നത് കൊണ്ട് നോക്കിയേ, ഇറ്റ് ഈസ് ആക്ച്വലി എ പാർട്ട് ഓഫ് എന്താണ്? സർക്കിൾ അല്ലേ? സർക്കിൾ അല്ലേ? സോ സെന്ററിന് എല്ലാ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. ഇവിടെ റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയർ ദ റൈസ് ഈസ് നത്തിങ് ബട്ട് ദ റേഡിയസ്. ക്ലിയർ അല്ലേ? യെസ്. സോ വീണ്ടും രണ്ടാമത്തെ കേസിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ കേസിൽ ഇറ്റ് ഈസ് എ 2 hinged ആർച്ച് ആണ്. ആൻഡ് എവിടേക്കാണ് ഹിഞ്ച്? എ ആൻഡ് ബി പോയിന്റിലാണ് ഹിഞ്ച് ഉള്ളത്. യെസ്, നമുക്ക് റേഡിയസ് വരയ്ക്കാം. റേഡിയസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റൈസ് ആണ്. പരാബോളിക് ആർച്ചിൽ റൈസിനെ h എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. ഇവിടെ റൈസിനെ റേഡിയസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം, കാരണം ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ. ക്ലിയർ അല്ലേ? ലോഡ് ഇപ്പം ആക്ട് ചെയ്യുന്നത് സം ആംഗിളിലാണ്. ലെറ്റ്സ് സേ ക്രൗൺ പോയിന്റിലല്ല, കോൺസെൻട്രേറ്റഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇപ്പം ലോഡ് ആക്ട് ചെയ്യുന്നത് ഏത് പോയിന്റിലാണ്? ഏതോ ഒരു പോയിന്റിലാണ്. ആ പോയിന്റ് പ്രത്യേകത എന്താണ്? യെസ്, വാട്ട് ഈസ് എ പ്രത്യേകത ഓഫ് ദാറ്റ് പോയിന്റ്? വെയിറ്റ്, വാട്ട് ഈസ് എ പ്രത്യേകത ഓഫ് ദാറ്റ് പോയിന്റ്? ആ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹാവിംഗ് ആൻ ആംഗിൾ ആൽഫയാണ്. അത് ഈ പറയുന്ന വേർട്ടിക്കലുമായിട്ട് ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ആൽഫ. ഓക്കെ, ഈ പറയുന്ന വേർട്ടിക്കലുമായിട്ട് ആൽഫ ആംഗിൾ മേക്ക് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് ഇപ്പോൾ W ആക്ട് ചെയ്യുന്നത്. വേർട്ടിക്കലുമായിട്ട് ആൽഫ ആംഗിൾ ഫോം ചെയ്യപ്പെടുന്ന ഒരു പോയിന്റിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ? W divided by pi ആയിരുന്നു. ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റം വളരെ സിമ്പിൾ ആണ്, തുച്ഛമാണ്, പുച്ഛമാണ്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് HE which is equal to HB ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു W by pi തന്നെയാണ്. ഇൻറ്റു എന്ത് വരും? കോസ് സ്ക്വയർ ആൽഫ എന്ന് വരും. W by pi ഇൻറ്റു എന്താണ്? കോസ് സ്ക്വയർ ആൽഫ എന്ന് പറയുന്ന ചേഞ്ച് വരും. ക്ലിയർ അല്ലേ? ഇതാണ് കേസ് 2. ഇതാണ് കേസ് 2. ലെറ്റ്സ് മൂവ് ടു ദ കേസ് 3. കേസ് 3 നോക്കിയേ. കേസ് 3 ഫിഗർ വരയ്ക്കാം. ഓക്കെ, ഡയലോഗ് നിങ്ങൾ എഴുതിയാൽ മതി. ഫിഗർ വരയ്ക്കാം. വീണ്ടും 2 hinged ആർച്ച് ആണ് വരയ്ക്കുന്നത്. ദിസ് ഈസ് ദ ഹിഞ്ച് എ ആണ്, ഇത് ഹിഞ്ച് ബി ആണ്. ഓക്കെ, സോ ദിസ് ഈസ് പോയിന്റ് എ ആൻഡ് ഹിഞ്ച് ബി ആണ്. ഹിഞ്ച് നിങ്ങൾ കാണുന്നുണ്ടല്ലോ? യെസ്. ഇപ്പോ നമ്മൾ എന്താ പറയുന്നത്? കേസ് 3യിലെ ലോഡിംഗ് ഒന്ന് മാറ്റി. ലോഡിംഗ് മാറ്റി എന്ന് പറയുമ്പോൾ ലോഡിംഗ് ഇത്തരത്തിലായി. എന്താ ലോഡിംഗ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്? യെസ്, ത്രൂ ഔട്ട് ദ സ്പാനിൽ സ്മോൾ w കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്ന UDL ആക്ട് ചെയ്യുന്നു ത്രൂ ഔട്ട് ദ സ്പാനിൽ. ക്ലിയർ അല്ലേ? ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം. ക്രൗൺ പോയിന്റിലേക്കുള്ള ഹൈറ്റ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റൈസ് ആണ്. ഇപ്പോൾ അത് റേഡിയസ് ആയിരിക്കും. ആൻഡ് ഈ കാണിച്ചിരിക്കുന്ന ലെങ്ത് ആണ് എന്ത്? സ്പാൻ ലെങ്ത് ഓഫ് ദ ആർച്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H which is equal to HA which is equal to HB ആണ് വരച്ച് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 W. യെസ്, 4/3 W into R divided by pi ആണ്. 4/3 W into R divided by pi. ഡെറിവേഷൻ ആണ്, ഡെറിവേഷൻ ഉണ്ട്, നമുക്കത് ചെയ്യാം. ബട്ട് ഇപ്പൊ ചെയ്യുന്നില്ല, ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. കേസ് 4 നോക്കിയേ. വാട്ട് അബൌട്ട് കേസ് 4? 2 hinged ആർച്ചിലെ കേസ് 4 ആണ്. വരച്ചു നോക്കാം നമുക്ക്. ഇതാണ് ആർച്ച്, ഇതാണ് ഹിഞ്ച് എ. ഹിഞ്ച് എ കാണുന്നത്. ദിസ് ഈസ് ദ ഹിഞ്ച് ബി. യെസ്, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. സ്പാൻ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ക്രൗൺ പോയിന്റിലേക്കുള്ള ഹൈറ്റിനെ റൈസ് എന്ന് പറയും. ഇപ്പോൾ അത് റേഡിയസിന് ഈക്വൽ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ സർക്കിൾ. ഇപ്പോഴത്തെ ലോഡിങ്ങിന്റെ പ്രത്യേകത എന്താ അറിയോ? ത്രൂ ഔട്ട് ദ സ്പാനിൽ അല്ല UDL ഉള്ളത്, ഹാഫ് സ്പാനിൽ മാത്രമേ UDL ഉള്ളൂ ഓഫ് ദി എമൗണ്ട് W കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, എത്ര ലെങ്തിലാണ് നിങ്ങൾ UDL ഉള്ളത്? UDL ഈസ് നൗ പ്രസന്റ് at a length of L/2. at a length of L/2. നേരത്തെ എത്രയായിരുന്നു ഇക്വേഷൻ? 4/3. ഓക്കെ, 4/3 WR by pi ആണ്. when the loading was present on the entire span.
4/3 ആണെങ്കിൽ ഈ കേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പകുതിയാവും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ H is equal to HA equal to HB which is equal to 2/3 WR/pi. ഈ കേസസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കേസസ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. 2 inch സെമി സർക്കുലർ ആർച്ച്, യെസ്, വിത്ത് റേഡിയസ് R and a concentrated load W is acting at the crown point. And the concentrated load is acting at the crown point ആണ്. കാര്യങ്ങൾ എളുപ്പമാണ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് W/pi. ക്ലിയർ അല്ലേ പോയിന്റ്? സംഭവം ഓക്കെ അല്ലേ? സംഭവം ഓക്കെ അല്ലേ? യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ പെർഫെക്റ്റ് ട്രസ് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ ഡാഷ് when where n is the number of frames. n എന്നാണ് കൊടുത്തിരിക്കുന്നത്. j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ജോയിന്റ്സ് ആണ്. ഓക്കെ അല്ലേ? ട്രസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. യെസ്, ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്താണ് ട്രസ്? നോക്കിയേ, ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എന്താണ്? നമ്പർ ഓഫ് ആക്സിയൽ മെമ്പേഴ്സ് ആണ്. കോമ്പിനേഷൻ ഓഫ് നമ്പർ ഓഫ് ആക്സിയൽ മെമ്പേഴ്സ്. എന്താണ് ആക്സിയൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആക്സിയൽ മെമ്പേഴ്സ് മീൻസ് അതിൽ ആക്സിയൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദേ ക്യാരി ഓൺലി, ദാറ്റ് ഈസ് ദേ ഹാവ് ഓൺലി ആക്സിയൽ ഫോഴ്സസ്. ആക്സിയൽ ഫോഴ്സസുകൾ മാത്രം അടങ്ങി അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്ന, അതായത് ബെൻഡിങ് ഉണ്ടാവില്ല. നോക്കിയേ, നിങ്ങൾ ഒരു മെമ്പർ എടുത്തു കഴിഞ്ഞാൽ യെസ്, ഇതെന്ത് ഫോഴ്സ് ആണ് ക്യാരി ചെയ്യുന്നത്? കംപ്രസീവ് ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് ആക്ടിങ് അലോങ് ദ ആക്സിസ്. സിമിലർലി ഒരു മെമ്പർ എടുത്തു, ഇതെന്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ടെൻസൈൽ ഫോഴ്സ്. ആ ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? അലോങ് ദ ആക്സിസ്. ദാറ്റ് ഈസ് ആക്സിയൽ ഫോഴ്സ് ആണ്. ഇനി അതല്ല, ഈ മെമ്പറിൽ ഇങ്ങനെ ഒരു ലോഡ് ആക്ട് ചെയ്താലോ? there will be bending. അങ്ങനെ ബെൻഡിങ് ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ലോഡ് ഇല്ല. ഇത്തരത്തിലുള്ള ലോഡ് എടുക്കുന്ന മെമ്പേഴ്സ് ട്രസ്സിൽ ഇല്ല. തിരിച്ചു പറഞ്ഞാൽ ട്രസ് ഈസ് എ മെമ്പർ വിച്ച് ക്യാരീസ് യെസ് ആക്സിയൽ മെമ്പേഴ്സ് ഓൺലി, വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് നമ്പർ ഓഫ് ആക്സിയൽ മെമ്പേഴ്സ് ആണ്. ആൻഡ് അതിന്റെ എല്ലാ ജോയിന്റുകളും പിൻ ജോയിന്റഡ് ആണ്. യെസ്, ഓൾ ജോയിന്റ്സ് ആർ പിൻ ജോയിന്റ്സ് ആണ് അല്ലെ? ഓൾ ജോയിന്റ്സ് ആർ പിൻ ജോയിന്റഡ് ആണ്, അല്ലെങ്കിൽ ഹിഞ്ച് എന്ന് പറയും. പിൻ ജോയിന്റഡ് ആണ്, ഓർ ദേ ആർ ഹിഞ്ചസ് എന്ന് പറയും. എല്ലാ ജോയിന്റ്സും പിൻ ജോയിന്റഡ് ആണ്, അല്ലെങ്കിൽ എല്ലാം ഹിഞ്ചസ് ആണ്. ആക്സിയൽ മെമ്പേഴ്സ് ആണ്, അതായത് ആക്സിയൽ ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ മെമ്പർ, ഇതൊരു മെമ്പർ ആണ്, അടുത്ത മെമ്പർ കണക്ട് ആവുന്നത് എങ്ങനെയാണ്? ഹിഞ്ചസ് ആണ്. ക്ലിയർ അല്ലേ? ഇതൊരു മെമ്പർ, ഇത് അടുത്ത മെമ്പർ, ഹിഞ്ച് ആണ്. ഹിഞ്ച്. ഓക്കെ, സോ നമുക്ക് വരച്ചു നോക്കാം. ഇതൊരു മെമ്പർ, അതിന്റെ തൊട്ടിപ്പുറത്തുള്ള മറ്റൊരു മെമ്പർ, ഇവിടേക്ക് വരുന്ന മറ്റൊരു മെമ്പർ, ഇവിടേക്ക് വരുന്ന മറ്റൊരു മെമ്പർ. ഇങ്ങനെ എല്ലാ മെമ്പറും കൂടി ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിൽ ജോയിന്റ് ആണ്. ജോയിന്റഡ് കണക്ഷൻ പിൻ ജോയിന്റഡ് ആണ്, അല്ലെങ്കിൽ ഹിഞ്ച്ഡ് ആണ്. ആൻഡ് ഈ എല്ലാ മെമ്പേഴ്സിലും എന്തേ ഉണ്ടാവുള്ളൂ? ഇവിടെ ഇപ്പോൾ കംപ്രഷൻ ആണ്, ഇവിടെ ടെൻഷൻ ആണ്, ഇവിടെ ടെൻഷൻ ആക്ട് ചെയ്യുന്നു, ഇവിടെ കംപ്രഷൻ ആക്ട് ചെയ്യുന്നു. എവറി മെമ്പർ ക്യാരി ആക്സിയൽ ഫോഴ്സ് ഓൺലി. അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ അറിയോ? ജനറൽ ആയിട്ട് പറയപ്പെടുന്ന ഇക്വേഷൻ, ജനറൽ ട്രസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ട്രസ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു, വളരെ സിമ്പിൾ ആണ്. യെസ്, n ഈസ് ഈക്വൽ ടു xj മൈനസ് എസ് എന്നാണ്. xj മൈനസ് എസ് എന്നാണ്. എന്താണ് n? വേർ n ഈസ് ദ നമ്പർ ഓഫ് ദ മെമ്പേഴ്സ്. x എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് x? x ഈസ് ദ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ് അറ്റ് ദ ജോയിന്റ്സ്. ആൻഡ് s എന്ന് പറഞ്ഞാൽ എന്താണ്? s എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ് ഫോർ ദ എൻറ്റയർ ട്രസ്. മൊത്തം ട്രസ്സിന് വേണ്ടിയിട്ടുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ് s എന്ന് പറയുന്നത്. x എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിന്റിലുള്ള യെസ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ്. 4ാം ക്ലാസ്സും ഗുസ്തിയും പഠിച്ച നമുക്കറിയാം s എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഫോർ എനി മെമ്പർ. ഇവിടെ ട്രസ് ആണ് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? സമ്മേഷൻ ഓഫ് fx is equal to 0, സമ്മേഷൻ ഓഫ് fy is equal to 0, സമ്മേഷൻ ഓഫ് mz is equal to 0. അഥവാ നിങ്ങളുടെ അനാലിസിസ് 2D ആണെങ്കിൽ, അതായത് s ഇൻ കേസ് ഓഫ് 2 ഡയമെൻഷൻ എത്രയാണ്? 3 ആണ്. നമ്മുടെ എല്ലാ അനാലിസിസും 2D ആണ്. ഈ ഒരു അവസരത്തിൽ അഡീഷണൽ പോയിന്റ് പറയട്ടെ 3D ആണെങ്കിൽ ഏതൊക്കെയാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്? യെസ്, എല്ലാം ഉണ്ടാവില്ലേ? fx is equal to 0, fy is equal to 0, fz is equal to 0. യെസ്, സമ്മേഷൻ mx is equal to 0, സമ്മേഷൻ my is equal to 0, സമ്മേഷൻ mz is equal to 0. അതായത് ഇൻ കേസ് ഓഫ് 3 ഡയമെൻഷണൽ അനാലിസിസ് s is equal to 6 ആണ്. 3 ഡയമെൻഷണൽ അനാലിസിസിനെ എന്തും കൂടി പറയാറുണ്ട്? സ്പേസ് അനാലിസിസ്, ഓർ ദീസ് ആർ ടേംഡ് ആസ്
spatial equilibrium equations. Spatial analysis, 3-dimensional analysis means spatial analysis അല്ലെങ്കിൽ spatial equilibrium equations എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 എന്ന് ആൻസർ ചെയ്യണം. ക്ലിയർ അല്ലേ? നമുക്ക് എപ്പോഴും 2 dimension ആണ്, സോ s = 3, യാതൊരു ഡൗട്ടും ഇല്ല. ഇനി x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ജോയിന്റ്സ് ആണ്, സോറി നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ അറ്റ് ദ ജോയിന്റ് ആണ്, അറ്റ് ദ ജോയിന്റ് ആണ്. നമ്മളിപ്പോ വരച്ച് കാണിച്ചുവേ, ഇതാണ് ഒരു ജോയിന്റ് എങ്കിൽ ഇവിടേക്ക് ഈ മെമ്പർ വന്ന് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ മെമ്പർ വന്ന് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ മെമ്പർ വന്ന് ആക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു മെമ്പർ വന്ന് ആക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു മെമ്പർ വന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മെമ്പേഴ്സിനും ഏതാണ് ഫോഴ്സ്? ദേ ഓൾ ക്യാരി ആക്സിയൽ ഫോഴ്സസ്. അത് ചിലത് ടെൻഷൻ ആവാം, ചിലത് കംപ്രഷൻ ആവാം. നിങ്ങൾ നോക്കിയേ, എല്ലാ ഫോഴ്സിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ കടന്നു പോകുന്നത് ഈ പോയിന്റിലൂടെയല്ലേ? ഏതാണ് ആ പോയിന്റ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ജോയിന്റ് ആണ്. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഓൾ ദ ഫോഴ്സസ് ഇൻ എ ട്രസ് മെമ്പർ. കാരണം ട്രസ് മെമ്പറിൽ എല്ലാം ആക്സിയൽ മെമ്പേഴ്സ് ആണ്, ആക്സിയൽ ഫോഴ്സ് ആയിരിക്കും. സോ എല്ലാ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഓൾ ദ ഫോഴ്സസ് ആർ പാസിംഗ് ത്രൂ എ പർട്ടിക്കുലർ പോയിന്റ്. അതായത് അവിടെ എക്സെൻട്രിസിറ്റി ഇല്ല. എക്സെൻട്രിസിറ്റി ഉണ്ടോ? Eccentricity is 0. There is no eccentricity, which means there is no moment. There is no moment. Yes, forces തമ്മിൽ there is no eccentricity. Forces തമ്മിൽ there is no eccentricity means there is no moment. There is no chances of development of any moment at that joint. ട്രസ്സിൽ മൊമെന്റ് ഉണ്ടാവുകയില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഉറപ്പാണ്. അതായത് നിങ്ങൾ ഒരു ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്ന ട്രസ്സിലെ ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് അവിടുത്തെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് Fx = 0, Fy = 0 മാത്രമേ ഉണ്ടാവുള്ളൂ. if the analysis is 2D, അവിടെ എന്തുണ്ടാവില്ല? അവിടെ ഈ മൂന്നാമത്തെ ഇക്വേഷൻ, അതായത് സമ്മേഷൻ മൊമെന്റ് = 0 ഉണ്ടാവില്ല അറ്റ് ദ ജോയിന്റിൽ. 2 dimension ആണെങ്കിൽ 2 എണ്ണമേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഓൺലി 2. ഇനി ഇതേ പരിപാടി 3 dimension ആണെങ്കിലോ, if it is a 3 dimension എന്തൊക്കെ ഉണ്ടാവും? ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, മൊമെന്റ് ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ പോയിന്റ്? യെസ്, ഈസ് ദാറ്റ് ഓക്കെ? ഈസ് ദാറ്റ് ഓക്കെ? സോ 3 dimension ആണെങ്കിൽ 3 ആയിരിക്കും നമ്പർ ഓഫ് ജോയിന്റ്സ്, നമ്പർ ഓഫ് ഇക്വിലിബ്രിയം അറ്റ് ദ ജോയിന്റ്സ്. അതായത് നമുക്ക് വേണ്ട എന്താണ്? വാട്ട് ഈസ് എ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അറ്റ് ദ ജോയിന്റ് ആണ്. അത് 2 dimensional x = 2, അത് 3 dimensional x = 3. ക്ലിയർ അല്ലേ? യെസ്. സോ ജനറൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമ്മുടെ അനാലിസിസ് എപ്പോഴും 2D ആണ്, ശ്രദ്ധിക്കുക, എപ്പോഴും 2D അനാലിസിസ് ആണ്. ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? യെസ് പറയൂ. n = xj - s എന്നായിരുന്നു. ഇതായിരുന്നു ജനറൽ ഇക്വേഷൻ. ഓക്കെ, സോ എങ്ങനെ മാറ്റി എഴുതാം? 2 dimensional ഇക്വേഷൻസ് n = x എന്ന് പറയുന്നത് 2 ആണ്, ജോയിന്റ് നമ്പർ ഓഫ് ജോയിന്റ്സ് j ആണ്, -3 എന്നാണ് എപ്പോഴും എഴുതുക. നമ്പർ ഓഫ് മെമ്പേഴ്സ് n = 2j - 3. ജനറൽ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രസ്സിന്റെ അനാലിസിസ് ഇനി അങ്ങോട്ട് നടത്തണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. ക്ലിയർ അല്ലേ? സോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യെസ്, ഫോർ എ പെർഫെക്റ്റ് ട്രസ് യെസ്, പെർഫെക്റ്റ് ട്രസ് എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു പോയിന്റ് ഓർക്കേണ്ടത്. നോക്കിയേ, ഇതാണ് അവസ്ഥയെങ്കിൽ if number of members is exactly equal to 2j - 3, അങ്ങനെയാണെങ്കിൽ ആ ട്രസ്സിനെ നിങ്ങൾ എന്ത് പറയും? that truss is termed as perfect truss. ഇനി അതല്ല, if n is greater than 2j - 3, if n is greater than 2j - 3, ഇതിനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? ഗ്രേറ്റർ അല്ലേ? നമ്പർ ഓഫ് മെമ്പേഴ്സ് കൂടുതലാണ്. ഇറ്റ് ഈസ് termed as redundant truss. ക്ലിയർ അല്ലേ? യെസ്, ഇറ്റ് ഈസ് termed as redundant truss. ഇനി അതല്ല, തിരിച്ചും കേസായിക്കൂടെ, n is less than 2j - 3, n is less than 2j - 3 ആണ് അവസ്ഥയെങ്കിൽ ഇതിനെയാണ് ഡെഫിഷ്യന്റ് ട്രസ് എന്ന് പറയുന്നത്. എല്ലാം ചോദ്യമാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ആൻസർ ചെയ്യാം. നമ്മൾ കറക്റ്റ് തിയറി പറഞ്ഞു കഴിഞ്ഞു. സോ ആൻസർ ഈസ് യെസ്. എന്താ വരിക? ഓപ്ഷൻ എന്താ വരിക? എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണിത്? ഐ തിങ്ക് ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 3 അല്ലെ? n = 2j - 3, d ആണ് വരിക. n = 2j - 3, d ആണ് വരിക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നോക്കിയാൽ ഇത്രയും ആവശ്യമുണ്ട്. തിയറി എത്രത്തോളം സിമ്പിൾ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളത് കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച സ്ട്രക്ചർ അനാലിസിസ് എളുപ്പമാണ്. ഞാൻ ആവർത്തിക്കുകയാണ്. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3 hinged ആർച്ച് ആണ്, ആയിക്കോട്ടെ. 3 hinged ആർച്ച് എളുപ്പമാണ് കുറെ കൂടി. സ്പാൻ എത്രയാണ്? 20 മീറ്റർ. റൈസ് എത്രയാണ്? 4 മീറ്റർ. A uniformly load is distributed. Yes, throughout the span ആണ് obviously.
ഓഫ് 25 കിലോമീറ്റർ. വാട്ട് ഇസ് എ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്? ഇത് നമ്മൾ ഡിറൈവ് ചെയ്യില്ല, ഫിഗർ വേണമെങ്കിൽ വരയ്ക്കാം. 3 ഹിഞ്ച് ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി? അതിന് 3 hinges ഉണ്ട് അല്ലെ? ഇറ്റ് ഈസ് ഹാവിംഗ് 3 hinges. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? 3 hinge ആർച്ച് എന്ന് പറയുന്നത്. എവിടെയൊക്കെയാണ്? ഒന്ന് ഇതാ എ എന്ന് പറയുന്ന പോയിന്റ്, സെക്കൻഡ് വൺ ഈസ് ബി എന്ന് പറയുന്ന പോയിന്റ്, ആൻഡ് തേർഡ് വൺ ഈസ് അറ്റ് ദ ക്രൗൺ പോയിന്റ് സി ആണ്. ഇതാണ് അതിന്റെ സ്പാൻ ലെങ്ത് എൽ കാണിച്ചിരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. സിൻസ് നോക്കിയ 3 hinged ആർച്ച് പരാബോളിക് ആർച്ച് ആണ് സ്ഥിരം പറയാറുള്ളത്, ഈ പറയുന്ന ഹൈറ്റിനെ നമുക്ക് എച്ച് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻസ് ഈ പറയുന്ന ആർച്ച് എങ്ങനെ ലോഡഡ് ആണ്? ത്രൂ ഔട്ട് ദ സ്പാനിൽ യൂഡിയൽ ലോഡ് W കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോ എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ടാവും ഇവിടെ പറയൂ? റിയാക്ഷൻസുകൾ എന്തൊക്കെയാണ്? എച്ച് വി എ എന്ന് പറയുന്ന റിയാക്ഷൻ, വി ബി എന്ന് പറയുന്ന റിയാക്ഷൻ, എച്ച് എ എന്ന് പറയുന്ന റിയാക്ഷൻ, എച്ച് ബി എന്ന് പറയുന്ന റിയാക്ഷൻ. ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് 1 year സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ടുള്ള വീഡിയോയിൽ തന്നെ, ക്ലാസ്സസിൽ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്. നോക്കിയേ എന്താണ് ഡയറക്ട് ഫോർമുല? H is equal to HA is equal to സെയിം ഫോർമുലയാണ് which was discussed in the case of parabolic arch also. എന്തായിരുന്നു? W L square divided by 8H. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, സീനൊന്നുമില്ല. W എത്രയായിരുന്നു? 25 ആയിരുന്നു. യെസ്. L എത്രയാ തന്നിരിക്കുന്നത്? 20 ആണ് തന്നിരിക്കുന്നത്. 20 square divided by 8 into H എത്രയാണ്? 4 ആണെന്ന് തോന്നുന്നു അല്ലെ? 4 ആണ്. സോ കാര്യങ്ങൾ എളുപ്പമാകും. യു വിൽ ഗെറ്റ് 312.5 കിലോ ന്യൂട്ടൺ. ഇതൊക്കെ പ്രീവിയസ്ലി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും മുത്തുമണിയാണ്, മണി പോലത്തെ ക്വസ്റ്റ്യനുകളാണ്, എല്ലാം നമ്മുടെ എക്സാമിന് വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. യെസ് അടുത്ത അനാലിസിസ് ആണ്. നോക്കിയേ, ഇപ്പൊ നടത്തുന്ന അനാലിസിസ് ആർച്ചിന്റെ അനാലിസിസ് ആണ്. അത് വലിയ ഇടങ്ങാറ് പിടിച്ച സീനല്ല. നിങ്ങൾ ബീം എന്ന് പറയുന്ന മെമ്പറിൽ എന്ത് ചെയ്യുന്നോ, ബീം എന്ന് പറയുന്ന മെമ്പറിൽ നിങ്ങൾ എന്താണോ അനാലിസിസിന് വേണ്ടി ചെയ്യുന്ന സ്റ്റെപ്പ്, അതേ പരിപാടിയാണ് ഇവിടെ, അതേ പരിപാടിയാണ്. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. 3 hinged ആർച്ച് ആണ്, അതായത് ഇവിടെ ഇഞ്ച്, ഇവിടെ ഹിഞ്ച്, ഇവിടെ ഹിഞ്ച്, ഹാവിംഗ് എ സ്പാൻ ഓഫ് 20 meter, റൈസ് ഓഫ് 5 meter ആൻഡ് എ പോയിന്റ് ലോഡ് 10 kilometer അറ്റ് ദ ക്വാർട്ടർ സ്പാൻ ആണ് പറയുന്നത്. യെസ്, ഫ്രം ദ ലെഫ്റ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. വാട്ട് ഈസ് എ റിസൾട്ടന്റ് റിയാക്ഷൻ എന്നാണ് ചോദ്യം. വാട്ട് ഈസ് എ റിസൾട്ടന്റ് റിയാക്ഷൻ എന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? ആദ്യം നമുക്ക് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ആദ്യം റിസൾട്ടന്റ് റിയാക്ഷൻ കാണണ്ടേ, എന്നാലല്ലേ കാര്യമുള്ളൂ. യെസ്, നോക്കിയേ, ഇതാണ് നമ്മുടെ പരാബോളിക് 3 hinged ആർച്ച് എന്ന് പറയുന്നത്. യെസ്, പരാബോളിക് 3 hinged ആർച്ച് ആണ്. അതിന്റെ എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ്, സി എന്ന് പറയുന്ന പോയിന്റ്. ക്ലിയർ അല്ലേ? അതിന്റെ സ്പാൻ ലെങ്ത് അറിയാം L, അവിടെ ഉണ്ടാവുന്ന റൈസ് H ആണ്. ഇത് ഇപ്പം ലോഡഡ് എങ്ങനെയാണ്? ഇത്തരത്തിൽ ലോഡഡ് ആണ്. ഓക്കെ, 10 കിലോ ന്യൂട്ടൺ അറ്റ് ദ ക്വാർട്ടർ സ്പാൻ, അതായത് L is equal to മൊത്തം 20 meter ആണ് തന്നിരിക്കുന്നത് അല്ലെ? 20 meter അല്ലെ? H is equal to 5 meter തന്നിട്ടുണ്ട്. അതായത് പകുതി ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 10 meter ആയിരിക്കും. ആൻഡ് ക്വാർട്ടർ സ്പാൻ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ യെസ്, ഈ പറയുന്ന ഡിസ്റ്റൻസിന്റെ പകുതി, ദാറ്റ് ഈസ് ഇത് 5 meter ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്, സംഭവം സെറ്റ് ആണ്. നോക്കിയേ, റിസൾട്ടന്റ് റിയാക്ഷൻ ആണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ 2 ഹിഞ്ചുകളിലും ഇവിടെ വി എ എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടാവും, ഇവിടെ എച്ച് എ എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടാവും. സിമിലർലി ബിയിലും എന്തുണ്ട്? വി ബി ഉണ്ട്, ഒരു ഡൗട്ടും ഇല്ല. ബിയിൽ എന്തുണ്ട്? എച്ച് ബി ഉണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നോക്കിയാൽ മതി, രണ്ടും ഈക്വൽ വാല്യൂ ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? നോക്കിയേ, യെസ്, നോക്കിയേ, യെസ്, ഫ്രം ദ ലെഫ്റ്റ് എൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രം ദ ലെഫ്റ്റ് എൻഡ് എന്നാണ് ചോദിക്കുന്നത്. ദിസ് ഇസ് ദ ലെഫ്റ്റ് എൻഡ്, ദിസ് ഇസ് ദ റൈറ്റ് എൻഡ് എന്നാണ്. ഓക്കെ, സോ നമുക്ക് ഈ പറയുന്ന ലെഫ്റ്റ് എൻഡിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് എ കാണാം, വെർട്ടിക്കൽ റിയാക്ഷൻ വി എ കാണാം. അവരുടെ റിസൾട്ടന്റ് ഇങ്ങനെ ആക്ട് ചെയ്യാം. എടോ, ഇതാണ് ഹൊറിസോണ്ടൽ, ഇതാണ് വെർട്ടിക്കൽ, അതിന്റെ റിയാക്ഷൻ ഇങ്ങനെ ആയിരിക്കില്ലേ? റിസൾട്ടന്റ് റിയാക്ഷൻ ഇങ്ങനെ ആയിരിക്കില്ലേ? അത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. സോ റിസൾട്ടന്റ് റിയാക്ഷൻ ആർ വിൽ ബി ആക്ടിങ് സംവാട്ട് ലൈക്ക് ദിസ്. ക്ലിയർ അല്ലേ? നോക്കിയേ, ഇനി ഈ ഡയഗ്രമാണ് നമ്മുടെ മൊത്തം അനാലിസിസിനും അടിസ്ഥാനം. ആദ്യം നിങ്ങൾ വി എ കണ്ടുപിടിക്കണം, പിന്നെ നിങ്ങൾ എച്ച് എ കണ്ടുപിടിക്കണം. ഇത് സ്റ്റാൻഡേർഡ് കേസ് അല്ല, ഇത് നമ്മൾ എന്ത് ചെയ്യണം? അനാലിസിസ് നടത്തണം. നിങ്ങൾ ബീമില് വി എയും വി ബിയും കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? നോക്കിയേ, ബീമിൽ ചെയ്യുന്ന അതേ പരിപാടി. ബീമിൽ എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ്. യെസ്, ഇത് സപ്പോർട്ടർ ആണ്, ഇത് സപ്പോർട്ടർ ആണ്. എന്തോ ഒരു ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നു. ഇതാണ് വി എ, ഇതാണ് വി ബി. നിങ്ങൾ എന്താ ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? യെസ്, വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വാട്ട് എവർ ദ ടോട്ടൽ ലോഡ് ആക്ടിങ്. ഇവിടെ എത്രയാണ്? ഇവിടെ 10 kN ആണ് ടോട്ടൽ ലോഡ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ എന്ത് ചെയ്യുക? 10 kN എന്ന് എഴുതാം.
10 കിലോ ന്യൂട്ടൺ എന്ന് എഴുതാം. ഇനി എന്താ നമ്മൾ ചെയ്യുക? യു വിൽ ഐദർ കൺസിഡർ ദ മൊമെന്റ് അബൌട്ട് എ ഓർ മൊമെന്റ് അബൌട്ട് ബി ഈക്വൽ ടു 0. ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിയാക്ഷൻ കിട്ടും. ആ റിയാക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത റിയാക്ഷൻ കണ്ടുപിടിക്കാം. എന്ന് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് വി എ ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? മൊമെന്റ് അബൌട്ട് ബി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതും? സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് ബി ഈസ് ഈക്വൽ ടു 0. ഒന്ന് ചെയ്ത് നോക്കിയ ആ ഫിഗറിൽ. യെസ്, അബൌട്ട് ബി ഇതാണ് പോയിന്റ് ബി. യെസ്, ഇതാണ് പോയിന്റ് ബി. എന്തൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്? ഇവിടെ വി എ ആക്ട് ചെയ്യുന്നുണ്ട് മുകളിലേക്ക്, ആൻഡ് താഴേക്ക് 10 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. വി എ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 ആണ്. യെസ്, ആൻഡ് ഈ പറയുന്ന 10 കിലോ ന്യൂട്ടൺ എത്ര ദൂരെയാണ്? ഇവിടം വരെ 10 ആണ്, ഇത് ഇത്രയും 5 ആണ്. സോ 15 മീറ്റർ ദൂരെയാണ്. ക്ലിയർ അല്ലേ? ആൻഡ് അബൌട്ട് ദ പോയിന്റ് ബി, വി എ ഈസ് കോസിംഗ് എ ക്ലോക്ക് വൈസ് മൊമെന്റ്. Similarly, about the point B, 10 is acting in the downward direction, hence it is causing an anti-clockwise moment. Clear അല്ലേ? So step എഴുതാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട്. ബീമിലെ ബേസിക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ആർക്കും ഡൗട്ട് ഉണ്ടാവരുത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നിങ്ങൾ ബീമിൽ എന്ത് കാണിക്കുന്നു അതേ പ്രഹസനം നിങ്ങൾ ആർച്ചിലും കാണിക്കണം. സെയിം അനാലിസിസ് ആണ്, വ്യത്യാസമൊന്നുമില്ല. അത് കുറച്ച് വളഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ്, സോ സെയിം അനാലിസിസ്. സോ ബി എ ഇൻറ്റു 20 മൈനസ് 10 ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു 0 ആണ്. ഇവിടുന്ന് വി എ കണ്ടുപിടിക്കാൻ, വിച്ച് ഈസ് 10 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 20 ആണ്. നോക്കിയത് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. ഇഫ് യു നോ ഹൗ ടു ഡു എന്ന് പറയുമ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. സോ നിങ്ങൾക്ക് എന്ത് വരും? യെസ്, 10 20 15/2 ദാറ്റ് ഈസ് 7.5 കിലോ ന്യൂട്ടൺ വി എ കിട്ടും. നിങ്ങൾക്ക് ഇപ്പൊ വി ബിന്റെ ആവശ്യമില്ല. കാരണം യെസ്, ഈ ഹിഞ്ച് ഈ പറഞ്ഞ ആർച്ചിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ റിസൾട്ടന്റ് എന്നാണ് ചോദ്യം. സോ ഈ സൈഡ് നമ്മൾ ചിന്തിക്കേ വേണ്ട ഇപ്പൊ തൽക്കാലം. ക്ലിയർ അല്ലേ? അതും കണ്ടുപിടിക്കാൻ സീനൊന്നുമില്ല. ഇനി നമുക്ക് വി എ കിട്ടിയ സ്ഥിതിക്ക് എച്ച് എയും കൂടി വേണം. അതിനു വേണ്ടി 3 ഹിഞ്ച് ആർച്ച് അല്ലേ? യെസ്, 3 ഹിഞ്ച് ആർച്ച് അല്ലേ? യെസ്, നമ്മൾ എന്താ ഇനി കൺസിഡർ ചെയ്യേണ്ടത്? മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് സി ഈസ് ഈക്വൽ ടു 0. അതല്ലേ ഡെറിവേഷനിൽ നമ്മൾ ക്ലാസ്സിലും പറഞ്ഞത്. യെസ്, അറ്റ് ദ പോയിന്റ് സി ഡെഫിനറ്റ്ലി മൊമെന്റ് ഈസ് ഈക്വൽ ടു 0. യെസ്, ഇനി എച്ച് ആണ് വേണ്ടത്. സോ അങ്ങനെ എഴുതാം. ഫോർ ഫൈൻഡിങ് ഔട്ട് എച്ച്, യെസ്, ഫോർ ഫൈൻഡിങ് എന്താണ്? ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് എ. നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു? മൊമെന്റ് അറ്റ് ദ പോയിന്റ് സി ഈസ് ഈക്വൽ ടു 0. ഡെഫിനറ്റ്ലി ബിക്കോസ് ഇറ്റ് ഈസ് എ ഹിഞ്ച്. ഓക്കെ, അങ്ങനെ എഴുതുവാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, അതായത് എം സി ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഐദർ കൺസിഡർ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓർ യു ക്യാൻ കൺസിഡർ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. അല്ലെ, സി എന്ന് പറയുന്ന പോയിന്റിൽ മൊമെന്റ് 0 ആണോ എന്ന് കാണാൻ വേണ്ടി നിങ്ങൾക്ക് യെസ്, ഒന്നെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യുക. നോക്കിയേ, നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അതിന്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആരൊക്കെ ഉണ്ട് അവിടെ? വി എ ഉണ്ട്, എച്ച് എ ഉണ്ട്, 10 കിലോ ന്യൂട്ടൺ ഉണ്ട്. ഓക്കെ, അബൌട്ട് ദ പോയിന്റ് സി, വി എ ഈസ് ആക്ടിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എത്രയാണ്? 10 മീറ്റർ ആണ്. About the point C, VA is at a distance of 10 meter. It is acting in the upward direction clockwise ആയിരിക്കും. About the point C, 10 is acting in the downward direction 5 meter ദൂരെ, that is anti clockwise ആയിരിക്കും. And about the point C, H is acting at a distance of എത്രയാണ്? H is acting at a distance of ഈ height എത്രയാണ്? 5 meter ആണ്. And it will cause an anti clockwise moment. Clear അല്ലേ? So കാര്യങ്ങൾ എളുപ്പമാണ്. ഇക്വേഷൻ നമുക്ക് എഴുതാം, ഒറ്റയടിക്ക് എഴുതാം. That is VA into എത്രയാണ്? 10 minus 10 into 5 minus HA into 5, that will be equal to 0. VA നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, which is equal to 7.5 ആണ്. So this is 7.5 into 10 minus 10 into 5 minus HA into 5 equal to 0. നിങ്ങൾക്ക് ഇവിടുന്ന് HA കണ്ടുപിടിക്കാം, which will be equal to എത്രയാ വരുന്നത്? Yes, 5 കിലോ ന്യൂട്ടൺ എന്നാണ് HA വരുന്നത്. So VA കിട്ടി 7.5 കിലോ ന്യൂട്ടൺ, HA കിട്ടി നിങ്ങൾക്ക് 5 കിലോ ന്യൂട്ടൺ. You can find out the resultant, which will be nothing but the square root of, അല്ലേ? അതൊക്കെ അറിയാം. റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് എ സ്ക്വയർ ആയിരിക്കും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 7.5 സ്ക്വയർ, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ആർ ഈസ് ഈക്വൽ ടു 9.01 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. 9.01 കിലോ ന്യൂട്ടൺ. നോക്കി, അപ്രോക്സിമേറ്റ്ലി ചെയ്തത്. ഇത് 25 അല്ലേ വരിക? 5 സ്ക്വയർ 25. ഇതിനെ 7.5 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒന്നെങ്കിൽ 49 എന്ന് കൺസിഡർ ചെയ്യാം, നിങ്ങൾക്ക് ഒന്നെങ്കിൽ 49 എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ 79 പ്ലസ് 5 എത്ര വരും? യെസ്, 69 പ്ലസ് 5 യെസ് 74 എന്ന് വരും. ഓർ നിങ്ങൾക്ക് ഇതിനെ 8 എന്നാക്കാം. സോ എത്ര വരും? ഇത് 8 സ്ക്വയർ 64 പ്ലസ് 25 അപ്രോക്സിമേറ്റ്ലി എത്ര വരുന്നുണ്ട്? അത്
യെസ് അപ്രോക്സിമേറ്റ്ലി എത്ര വരുന്നുണ്ട് 81നും എബവ് വരികയാണ് 81നും എബവ് വരുന്നത് പറഞ്ഞാൽ നിയറസ്റ്റ് വാല്യൂ ഏതായിരിക്കും 9.01 ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാലും ആകെ വ്യത്യസ്തമായി നിൽക്കുന്ന ഓപ്ഷൻ ഏതാണ് യെസ് മാറി മാറി നിൽക്കുന്ന ഓപ്ഷൻ അത് തന്നെയാണ് സോ ആൻസർ ഈസ് 9.01 കിലോ ന്യൂട്ടൺ ഓപ്ഷൻ എ ക്ലിയർ അല്ലേ ഈസ് ദാറ്റ് ഓക്കെ യെസ് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് കഴിഞ്ഞിരിക്കുന്നത് ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ 3-hinged parabolic arch ആണ് വീണ്ടും having a span of 8 meter, having a rise of 2 meter, which is having a concentrated load of 50 kilonewton at the crown. Okay, yes. ഇനിയിപ്പോ ലോഡ് എന്തായി കോൺസെൻട്രേറ്റഡ് ലോഡായി വാട്ട് ദ ആർച്ച് വിൽ ബി സബ്ജക്ട് ടു എ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ് സോ സിറ്റുവേഷൻ മാറി ഇവിടെ സിറ്റുവേഷൻ മാറി എന്താ സിറ്റുവേഷൻ ഇവിടെ യൂഡിയൽ ലോഡ് അല്ല ഇവിടെ പോയിന്റ് ലോഡാണ് ഇവിടെ ലോഡ് യൂഡിയൽ അല്ല പോയിന്റ് ലോഡാണ് അതായത് നോക്കിയേ ഇവിടെ ലോഡ് യൂഡിയൽ അല്ല പോയിന്റ് ലോഡാണ് ആർച്ച് 3-hinged ആർച്ചാണ് ഇതാണ് ക്രൗൺ പോയിന്റ് ഇവിടെ ഇപ്പൊ ലോഡ് ആക്ട് ചെയ്യപ്പെടുന്നത് യൂഡിയൽ അല്ല പോയിന്റ് ലോഡാണ് ബാക്കിയെല്ലാം സെയിം ആണ് ദിസ് ഈസ് എ സ്പാൻ ലെങ്ത് ഈ കാണിച്ചിരിക്കുന്ന പരാബോളിക് ആർച്ച് ആയതുകൊണ്ട് റൈസ് h ആണ് ഓക്കെ എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ടാവും റിയാക്ഷൻസ് വരയ്ക്കാൻ നമുക്ക് അനാലിസിസ് നടത്താം ദിസ് ഈസ് VA നിങ്ങൾ നോക്കിക്കോളൂ വളരെ സിമ്പിൾ അനാലിസിസ് ആണ് ഓക്കെ ദിസ് ഈസ് HB ആൻഡ് ദിസ് ഈസ് HA അനാലിസിസ് നടത്തിയേ യെസ് ലെറ്റ്സ് ഡു ദ അനാലിസിസ് നിങ്ങൾ പറഞ്ഞ ആദ്യ സ്റ്റെപ്പ് എന്താണ് VA പ്ലസ് VB ഈക്വൽ എന്തായിരിക്കും നോക്കിയേ സിമ്മട്രിക് അല്ലേ സ്ട്രക്ചർ ലോഡ് സിമ്മട്രിക് അല്ലേ സോ VA പ്ലസ് VB നടത്തേണ്ട ആവശ്യമില്ല എല്ലാം ഈക്വൽ ആണ് ബിക്കോസ് സ്ട്രക്ചേഴ്സ് ആർ സിമ്മട്രിക് സോ VA ഈസ് ഈക്വൽ ടു VB ഈസ് ഈക്വൽ ടു W/2 എന്ന് വരും ക്ലിയർ അല്ലേ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇനി നമുക്ക് വേണ്ടത് എന്താണ് വെർട്ടിക്കൽ റിയാക്ഷൻസ് കിട്ടി പെട്ടെന്ന് തന്നെ പൊടുന്ന് തന്നെ കിട്ടി നമുക്ക് വേണ്ടത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആണ് നമ്മൾ എന്താ ചെയ്യുക മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് C which is the point C equal to 0 നെയ്യും ഇതാണ് പോയിന്റ് C ഇതാണ് പോയിന്റ് C so moment about the point C is equal to 0 you can either consider the left or right side ഇപ്പൊ നമുക്ക് തൽക്കാലം ഈ പറഞ്ഞ C പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യാം ആരൊക്കെ ഉണ്ട് VA is acting upward HA is acting in this direction W ഇതേ ലൈൻ ഓഫ് ആക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് W C എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് കറക്കുന്നത് സോ അതിന് യാതൊരു എഫക്റ്റും ഉണ്ടാവില്ല ആരൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ HA ആൻഡ് VA യെസ് C എന്ന് പറയുന്ന പോയിന്റിനെ അപേക്ഷിച്ച് VA ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് L/2 ഇറ്റ് ഈസ് ആക്ടിങ് അപ്വേർഡ് സോ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ഉണ്ടാവുക അബൌട്ട് ദ പോയിന്റ് C horizontal reaction is acting at a distance of h ആണ് and it is acting in this direction അതായത് about the point C it will cause an anti-clockwise moment W ന് ഇവിടെ ഒരു കൈകടത്തലും ഇല്ല കാരണം അത് C എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് ആക്ട് ചെയ്യുന്നത് സോ എന്തെഴുതാം ധൈര്യമായിട്ട് എഴുതാം നമുക്ക് VA into L/2 VA into L/2 minus HA into എന്തെഴുതാം സ്മോൾ h equal to 0 എന്ന് എഴുതാം കാരണം ക്യാപിറ്റൽ W യാതൊരു റോളും ഇല്ല സിമ്പിൾ ആയി പോയി ഇത് അല്ലേ സോ VA എന്ന് പറയുന്നത് എന്തായിരുന്നു W/2 into L/2 minus HA into H എന്നാണ് ഇൻ ദിസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും നിങ്ങൾ HA ഒന്ന് കണ്ടുപിടിച്ച ഡയറക്റ്റ് ഫോർമുല പറയാണ് യെസ് എന്ത് വരും WL/4 H എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോർമുലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ കുറച്ച് നേരത്തെ സ്റ്റാൻഡേർഡ് ഫോർമുലകളൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് എത്തുന്നതാണ് ഇത് ചെറിയൊരു ഡെറിവേഷൻ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നു ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നേരത്തെ ഉള്ള ഒക്കെ ഡെറിവേഷൻ ഉണ്ട് എല്ലാം നമ്മൾ ചെയ്യാറുണ്ട് ക്ലാസ്സിൽ ക്ലിയർ അല്ലേ ഇതാണ് ഡെറിവേഷൻ ഒക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ് അങ്ങനെ ഡെറിവേഷൻ ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ ക്വസ്റ്റ്യൻസ് നമുക്ക് കയ്യിൽ നിൽക്കുള്ളൂ സോ ഇതിന്റെ എല്ലാം സ്ട്രക്ചർ അനാലിസിസിൽ നമ്മൾ ക്ലാസ്സിൽ എല്ലാ ഡെറിവേഷൻസും എല്ലാരെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് എന്നിട്ടേ ക്വസ്റ്റ്യൻ ചെയ്യുള്ളൂ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴേ സ്ട്രക്ചർ അനാലിസിസ് കയ്യിൽ നിൽക്കുള്ളൂ സ്ട്രക്ചർ അനാലിസിന്റെ 5 മാർക്ക് നമുക്ക് കിട്ടുള്ളൂ ക്ലിയർ അല്ലേ സോ ഡയറക്റ്റ് നീ ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ പോരെ ഇതാണ് ഫിഗർ എങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ പോരെ സംഭവം സിമ്പിൾ ആയി സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ HA is equal to WL/4H ആണ് 4H ആണ് W is 50 കിലോ ന്യൂട്ടൺ into L എന്ന് പറയുന്നത് 8 മീറ്റർ ആണ് ഡിവൈഡ് ബൈ 4 into 2 H is 2 ആയിരുന്നു സോ ക്യാൻസൽ ആയി അഗൈൻ ആൻസർ ഈസ് യെസ് 50 കിലോ ന്യൂട്ടൺ ഓപ്ഷൻ ഉണ്ട് യെസ് ഓപ്ഷൻ ഡി 50 കിലോ ന്യൂട്ടൺ ക്ലിയർ അല്ലേ ഈസ് ദാറ്റ് ഓക്കെ പറയൂ യെസ് ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഡയറക്റ്റ് പരിപാടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഫോർ പിൻ ജോയിന്റഡ് ഫ്രെയിം ആണ് അല്ലെ ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ് ജോയിന്റഡ് ഫ്രെയിമിന്റെ ഇക്വേഷൻ m+r ഓപ്ഷൻ ബി m+r - 2j ക്ലിയർ അല്ലേ ഈസ് ദാറ്റ് ഓക്കെ ഡയറക്റ്റ് ഫോർമുല ആണ് കൂടുതലൊന്നും അവിടെ പറയാനില്ല
നോക്കിയേ ഇവിടെ നോക്കിയേ, ഇത് നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ആണ്. ഇഫ് n is the number of members in a truss and j is the number of joints, then the truss എന്നാണ്. ഓക്കെ, then the truss with n greater than j minus 3, 2j minus 3. നമുക്കറിയാം ജനറൽ ഇക്വേഷൻ n is equal to എന്തായിരുന്നു? 2j minus 3 ആയിരുന്നു. ഈ ട്രസ് ഇങ്ങനെയാണെങ്കിൽ അതിനെ പെർഫെക്റ്റ് ട്രസ് എന്ന് പറഞ്ഞ നമ്മള് വേറൊരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. if n is greater than 2j minus 3, ഇതിനെ മെമ്പേഴ്സ് കൂടുതലാണ്, അതുകൊണ്ട് അതിനെ റിഡണ്ടന്റ് ട്രസ് എന്ന് പറയും. ഇറ്റ് ഈസ് ടേംഡ് ആസ് റിഡണ്ടന്റ് ട്രസ്. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡയറക്റ്റ് ആണ്, നേരത്തെ പറഞ്ഞ തിയറിയാണ്. നോക്കിയ തിയറികൾ മനസ്സിലാക്കുമ്പോൾ ക്വസ്റ്റ്യനുകൾ എളുപ്പമാവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9, ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ds, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ds ഓഫ് പ്രോപ്ഡ് കാന്റിലിവർ. ആദ്യം നിങ്ങൾ പ്രോപ്ഡ് കാന്റിലിവർ എന്താന്ന് പറഞ്ഞു തരണം. ds ന്റെ ഫോർമുല r-s ആണ്. പ്രോപ്ഡ് കാന്റിലിവർ എന്താന്ന് പറഞ്ഞേ? യെസ്, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് കാന്റിലിവർ വിച്ച് ഇസ് ഹാവിംഗ് എ റോളർ സപ്പോർട്ട് അറ്റ് ദ ഫ്രീ എൻഡ്. വിച്ച് ഇസ് ഹാവിംഗ് എ റോളർ സപ്പോർട്ട് അറ്റ് ദ ഫ്രീ എൻഡ്. ദിസ് ഈസ് എ ബി ആണ്. ഇതാണ് പരിപാടി. ഇതിനാണ് കാന്റിലിവർ ബീം, സോറി എന്താണ് പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറയുന്നത്. ഇക്വേഷൻ എന്താണ്? ds is equal to r-s. r എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിയാക്ഷൻ, s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. കണ്ണു അടച്ച് പറയാം, s is equal to എപ്പോഴും എന്താണ്? 3 ആണ്. സമ്മേഷൻ fx is equal to 0, സമ്മേഷൻ fy is equal to 0, സമ്മേഷൻ mz is equal to 0. നമ്മൾ ഇൻഡിറ്റർമിനൻസി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫിഗർ തരുന്നതെങ്കിൽ യെസ്, ലോഡിംഗ് ഒന്നും കാണിക്കുന്നില്ല. നോ ലോഡിംഗ് ഈസ് ഷോൺ. നോ ലോഡിംഗ് ഈസ് ഷോൺ. അതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് മീൻസ് there is an inclined load ആണ്. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഇൻക്ലൈൻഡ് ലോഡ് ആണ് ആക്ട് ചെയ്യുന്നത്, വെർട്ടിക്കൽ ലോഡ് അല്ല, ഹൊറിസോണ്ടൽ ലോഡ് അല്ല. ഈ മെമ്പറിന്റെ മുകളിൽ ഇൻക്ലൈൻഡ് ലോഡ് ആണ് ആക്ട് ചെയ്യുന്നത്. ലൈക്ക് ദിസ് അറ്റ് സം പോയിന്റ് ഓർ ലൈക്ക് ദിസ് അറ്റ് അദർ പോയിന്റ്. അതായത് ഇവിടെ എല്ലാ റിയാക്ഷൻസും ഉണ്ടാവും. കാരണം ഇൻക്ലൈൻഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്, അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്. സോ എല്ലാ റിയാക്ഷൻസിനെയും അത് എന്ത് ചെയ്യും? യെസ്, വളരാൻ അനുവദിക്കും. സോ ഇവിടെ ദിസ് ഇസ് പോയിന്റ് എ, ദിസ് ഇസ് പോയിന്റ് ബി. സോ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്. ഇവിടെ തീർച്ചയായിട്ടും ഒരു റിയാക്ഷനേ ഉള്ളൂ, കാരണം അത് റോളർ സപ്പോർട്ടാണ്. ഇവിടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ HA ഉണ്ടാവും. പോരാത്തതിന് ഇവിടെ ഒരു മൊമെന്റ് MA ഈസ് ഓൾസോ ഡെവലപ്ഡ്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻസ്? എണ്ണു. HA 1, 2, 3, 4 റിയാക്ഷൻസ്. 4. Already if nothing else is mentioned, yes, 2-dimensional analysis, number of equilibrium equations 3 ആണ്. So ds is equal to r-s. 4 minus 3, that is equal to 1. എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ആൻസർ ഈസ് 1. The number of static indeterminacy, yes, static indeterminacy of propped cantilever. Clear അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ ദ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഓഫ് എ സ്പേസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 3 dimension ആണ് അനാലിസിസ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എത്രയാണ്? 6 ആണ്. ഏതൊക്കെയെന്ന് ഇന്നത്തെ ഈ ഡിസ്കഷനിൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 6 ആണ്. ഒരു ഡൗട്ടും ഇല്ല, സിമ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കിയാൽ നമ്മുടെ ടീം ഫേമസ് ടീമാണ്. ബ്രസലോസ് ഫോർമുല എന്ന് പറയാറുണ്ട്. യെസ്, എന്തിനു വേണ്ടിയാണ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദാറ്റ് പ്രിൻസിപ്പിൾ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. ILDക്ക് വേണ്ടി ഷോർട്ട് കട്ടുകൾ പറഞ്ഞു തന്ന, ILD വരയ്ക്കാൻ വേണ്ടി ഉഡായിപ്പ് പറഞ്ഞു തന്ന ആളാണ് മുള്ളർ എന്ന് നമുക്ക് സ്മരണ ഉണ്ടാവണം എന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12 ആണെന്ന് തോന്നുന്നു അല്ലെ? യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കിയേ. എ ലോഡ് W ഈസ് മൂവിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ILDന്റെ കേസ് ആണ് അല്ലെ? മൂവിംഗ് ലോഡ് ആണല്ലോ. ആൻഡ് അതിന്റെ ഇന്റൻസിറ്റി 1 kN അല്ല, W kN ആണ്. It is supported on a simply supported beam of span length L. What is the maximum bending moment at 0.4L എന്നാണ് ചോദ്യം. At 0.4L from the left support. So ആദ്യം വരച്ചു നോക്കണം. ബെൻഡിങ് മൊമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ ഷിയർ ഫോഴ്സോ? മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആണ്. മുള്ളേഴ്സ് പ്രിൻസിപ്പൾ ഇവിടെ ആപ്ലിക്കേഷൻ വരികയാണ്. ശ്രദ്ധിക്കുക, അങ്ങേരി പറഞ്ഞ ഉഡായിപ്പ് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാവും. മൂപ്പര് നല്ല ഉഡായിപ്പിന്റെ ആളാണ്. സോ എന്താണ്? ഇതാണ് എ, ഇതാണ് ബി. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് എ ആൻഡ് ബി. ഓക്കെ, ആൻഡ് ലോഡ് ട്രാവൽ ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് അല്ലെ? W ലോഡ് ഈസ് ട്രാവലിംഗ്. നമ്മളോട് ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ്? എവിടെ?
at a distance of 0.4L from the left support. So total length എത്ര എടുക്കാം നമുക്ക്? Total length നമുക്ക് L എന്ന് എടുക്കാം. Okay, and from the left support നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് എടുത്തോളൂ. എത്ര? Yes, from the left support, yes, this much distance is 0.4L. Okay, അവിടെ ഒരു സെക്ഷൻ C വരയ്ക്കാം. അപ്പോൾ ബാക്കി ഡിസ്റ്റൻസ് എത്രയായിരിക്കും? Yes, 0.6L ആയിരിക്കും. അല്ലേ? ഈ ഡിസ്റ്റൻസിനെ നമുക്ക് A എന്ന് വിളിക്കാം, ഈ ഡിസ്റ്റൻസിനെ നമുക്ക് B എന്ന് വിളിക്കാം. കുഴപ്പമില്ലല്ലോ. ഇതാണ് ചോദ്യം. നോക്കിയേ, അതായത് C എന്ന് പറയുന്ന പോയിന്റിലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. C എന്ന് പറയുന്ന പോയിന്റിലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാണെന്നാണ് ചോദ്യം. നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം? വി നീഡ് ടു ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ്, ദ ILD ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ C. അറിയാം, നിങ്ങൾക്ക് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. മുള്ളേഴ്സ് പ്രിൻസിപ്പിൾ പറയുന്നത് ഇതാണ്. നമുക്ക് എന്താ വേണ്ടത്? ILD ആണ് വേണ്ടത്. അതും എവിടെ? C എന്ന് പറയുന്ന പോയിന്റിൽ. അതും ആരുടെ? ബെൻഡിങ് മൊമെന്റിന്റെ. വി നീഡ് ദ ILD ഓഫ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ C. വളരെ സിമ്പിൾ ആണ്. മുള്ളർ പറഞ്ഞ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ ഉഡായിപ്പ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഏത് പോയിന്റിലാണോ നിങ്ങൾക്ക് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കേണ്ടത്, ആ പോയിന്റിനെ നിങ്ങൾ ഹിഞ്ച് ആക്കി കൺസിഡർ ചെയ്യാം. ഹിഞ്ച്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഹിഞ്ചിൽ നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുക. C എന്ന് പറയുന്ന പോയിന്റിനെ ഹിഞ്ചാക്കി കൺസിഡർ ചെയ്തു. എന്നിട്ട് അവിടെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുക. അതിനെ മുകളിലോട്ട് എന്ത് ചെയ്യുക? പൊക്കുക. അതിനെ മുകളിലോട്ട് ഉയർത്തുക. ഞാൻ വരച്ച് കാണിക്കാം. എന്താ ഉണ്ടാവുക? ഇതാണ് ബീം, ഇങ്ങനെയാണ് കിടക്കുന്ന ബീം. നമുക്ക് C എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിഫ്റ്റ് ചെയ്യാണ്. നമ്മൾ അതിനെ ലിഫ്റ്റ് ചെയ്തു ബൈ എൻ എമൗണ്ട് ഓഫ് യൂണിറ്റ് എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് എവർ ദ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് യു ആർ സീയിങ്, യെസ്, ഈ പോയിന്റിനെ പിടിച്ചങ്ങ് പൊന്തിച്ചേ. ഈ പോയിന്റിനെ പിടിച്ച് പൊന്തിക്കുക. അപ്പോൾ കിട്ടുന്ന ഡിഫ്ലക്റ്റഡ് ഷേപ്പ് എന്താണോ അതായിരിക്കും അതിന്റെ ILD. സിമ്പിൾ അല്ലേ? 4ാം ക്ലാസ്സും ഗുസ്തിയാണ്. ഇമ്മാരി ഉഡായിപ്പ് പറഞ്ഞു തരുന്ന ടീമാണ് മുള്ളർ. ILD വരയ്ക്കാനുള്ള ഉഡായിപ്പുകൾ പറഞ്ഞിരുന്ന ആളാണ്. ഫോർ സപ്പോർട്ട് റിയാക്ഷൻ, ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി സെക്ഷൻ, ഫോർ സിയർ ഫോഴ്സ് അറ്റ് എനി സെക്ഷൻ. ഇത് കോംപ്ലിക്കേറ്റഡ് അല്ല, ഇത് ബുദ്ധിമുട്ടല്ല, എളുപ്പമാണ് കാര്യങ്ങൾ. ഓക്കെ, ഏത് പോയിന്റിലാണോ നിങ്ങൾക്ക് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കേണ്ടത്, ആ പോയിന്റിനെ ഹിഞ്ചാക്കി കൺസിഡർ ചെയ്യുക. അതിനെ പിടിച്ചെന്ന് പൊന്തിക്കുക. അങ്ങനെ പൊന്തിക്കുമ്പോൾ ഇവിടെ certain എമൗണ്ട് അല്ലേ നിങ്ങൾ പൊന്തിച്ചത്, ആ എമൗണ്ട് എത്രയായിരിക്കണം എന്നാ പറയുന്നത്? ദാറ്റ് എമൗണ്ട് ഈസ് അറൌണ്ട് AB/L ആണ്. എന്താണ് A, എന്താണ് B? എന്താണ് A, എന്താണ് B? ഇതാണ് ഡിസ്റ്റൻസ് A, ഇതാണ് ഡിസ്റ്റൻസ് B. അങ്ങനെ എത്ര എമൗണ്ട് പൊന്തിക്കണം? AB/L എമൗണ്ട് പൊന്തിക്കണം. ഈ വരച്ചിരിക്കുന്ന ഈ സാധനത്തിന് ILD ഫോർ ബെൻഡിങ് മൊമെന്റ് ആണ്. എവിടെ? അറ്റ് സെക്ഷൻ C. എന്ത് സിമ്പിളാണ് നോക്കിയേ, എന്ത് സിമ്പിൾ ആണ്. യെസ്, ചോദ്യം എന്താണ്? യെസ്, സോ വാട്ട് ഈസ് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് അറ്റ് എവിടെ? നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടണം അറ്റ് 0.4L. സോ നമുക്ക് ILD കിട്ടി. ILDയുടെ ഈ സാധനം അതിനെ നമ്മൾ എന്താ പറയുക? ദാറ്റ് ഈസ് ടേംഡ് ആസ് ദ ഓർഡിനേറ്റ് എന്നാണ് പറയുക. അതിനെ നമ്മൾ ഓർഡിനേറ്റ് എന്നാണ് പറയുക. സോ ഇപ്പൊ കിട്ടിയ ഓർഡിനേറ്റ് AB/L ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ദ ഓർഡിനേറ്റ്. ഇതിനെ ഓർഡിനേറ്റ് എന്നാണ് പറയാം. ഓക്കെ, ILDയിലുള്ള ഈ ഒരു ഹൈറ്റുകളെ, ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ഓർഡിനേറ്റ് എന്നാണ് പറയാം. നിങ്ങൾക്ക് C എന്ന് പറയുന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? യെസ്, ദ ലോഡ് ഇന്റൻസിറ്റി ഇൻറ്റു എന്ത് ചെയ്താൽ മതി? വാട്ട് എവർ ദ കറസ്പോണ്ടിങ് ഓർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എത്രയാണ് ലോഡ് ഇന്റൻസിറ്റി? അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. എത്രയാണ്? W എന്ന് പറയുന്നതാണ് ലോഡ് ഇന്റൻസിറ്റി. ലോഡ് എത്രയാണ്? W എന്ന് പറയുന്ന ലോഡാണ് മൂവ് ചെയ്യുന്നത്. അതിങ്ങനെ മൂവ് ചെയ്തപ്പോൾ സിയിലെത്തിയപ്പോൾ ഉണ്ടാവുന്ന പരിപാടിയാണ്. നോക്കിയേ, AB/L കണ്ടുപിടിച്ചേ. AB/L, A എന്ന് പറയുന്നത് 0.4L ആണ്, ഇൻറ്റു B എന്ന് പറയുന്നത് 0.6L ആണ്, ഡിവൈഡ് ബൈ L ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി 0.24L എന്ന് വരും അല്ലെ. സോ AB/L എന്ന് പറയുന്ന എമൗണ്ട് എത്രയാണ്? 0.24L. ലോഡ് ഇന്റൻസിറ്റി W ആണ്. സോ W ഇൻറ്റു ഓർഡിനേറ്റ് എത്രയാണ്? 0.24L എന്ന് വരും. സോ ദ ഫൈനൽ ആൻസർ ഈസ് 0.24WL എന്ന ഓപ്ഷൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എവിടെ? ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? ഈസ് ദാറ്റ് ഓക്കെ? ക്വസ്റ്റ്യൻ നമ്പർ 12 ഓപ്ഷൻ സി ആണ്. ബേസിക് കൺസെപ്റ്റ് മുള്ളറിന്റെ ഉഡായിപ്പുകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 12 കഴിഞ്ഞാൽ 13. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി DS ആണ് ഓഫ് എ റിജിഡ് ജോയിന്റഡ് പ്ലെയിൻ ഫ്രെയിം. ഇക്വേഷൻ ഇപ്പൊ പറഞ്ഞ് വായിലിട്ടതേ ഉള്ളൂ. ഓഫ് ഹാവിംഗ് മെമ്പേഴ്സ് 15 വിത്ത് 3 നമ്പർ ഓഫ് റിയാക്ഷൻസ് ആൻഡ് 40 നമ്പർ ഓഫ് ജോയിന്റ്സ് ആണ്. ഇത് ഡയറക്റ്റ് ആണ്. ഓക്കെ, ഇത് ഡയറക്റ്റ് ആണ് പരിപാടി. ഇക്വേഷൻ നമുക്കറിയാം. DS ഈസ് ഈക്വൽ ടു 3m പ്ലസ്
ആർ മൈനസ് 3j ആണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എം എന്ന് പറഞ്ഞാൽ മെമ്പർ ആണ്. സോ 3 × 15 പ്ലസ് നമ്പർ ഓഫ് റിയാക്ഷൻസ് 3 മൈനസ് 3 × നമ്പർ ഓഫ് ജോയിൻസ് 14 തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 6 എന്ന ആൻസർ കിട്ടും നിങ്ങൾക്ക്. ഓപ്ഷൻ സി. ഇതൊക്കെയാണ് ഇവിടുത്തെ എളുപ്പമുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ. അനാലിസിസ് ഒന്നും നടത്താതെ കിട്ടുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ് അല്ലേ? 13 അല്ലേ അത്? യെസ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും അനാലിസിസ്. ഒന്നുമില്ല, സിമ്പിൾ സാധനമാണ്. കാര്യം മനസ്സിലാക്കിയാൽ മതി. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾ ചെയ്തിട്ടുണ്ട്. യെസ്, നോക്കൂ. A 3-hinged parabolic arch of rise 4 meter subject to a UDL of throughout its span. Okay, and the horizontal thrust തന്നിട്ടുണ്ട് 10 kilonewton. എല്ലാം തന്നിട്ടുണ്ട്. ചോദ്യം എന്താണ്? If due to increase in temperature crown rises by an amount of 4 cm. ടെമ്പറേച്ചർ കൂടുമ്പോൾ എല്ലാ സാധനവും എക്സ്പാൻഡ് ആവുകയല്ലേ ചെയ്യുക. ഇവിടെ ക്രൗൺ റൈസസ് ബൈ എൻ എമൗണ്ട് ഓഫ് 4 cm. ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ്. നോക്കി, ഇതിന്റെ തിയറി ഇങ്ങനെയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. 3-hinged പരാബോളിക് ആർച്ച്. ഇവിടെയാണ് ഒരു ഹിഞ്ച്, ഇവിടെയാണ് രണ്ടാമത്തെ ഹിഞ്ച്, മൂന്നാമത്തെ ഹിഞ്ച് നിങ്ങൾക്ക് അറിയാം. ദിസ് ഇസ് എ ഹിഞ്ച് ഹിയർ. ഈ കാണിച്ചിരിക്കുന്നത് എന്തായിരിക്കും? അതിന്റെ സ്പാൻ ലെങ്ത് L ആണ്. ആൻഡ് ക്രൗൺ പോയിന്റിൽ മറ്റൊരു ഹിഞ്ച്. അവിടേക്കുള്ള ഹൈറ്റിന് നമ്മൾ H എന്നാണ് പറയാം. കാര്യങ്ങൾ അറിയാലോ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യെസ്, ഓൾറെഡി ഇത് ലോഡഡ് ആണ്. ഇത് UDL ലോഡഡ് ആണ്. ആണെന്ന് കൂടി മനസ്സിലാക്കണം. നമ്മളെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ഇതാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എക്സ്പാൻഷൻ ആണ് സംഭവിക്കുക. എല്ലാ നാട്ടുകാർക്കും അറിയാം. ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ ഉണ്ടാവും. ബട്ട് എയും ബിയും അനങ്ങില്ല. എയും ബി അനങ്ങുമോ? എടോ, എയും ബിയും ഹിഞ്ചഡ് സപ്പോർട്ടുകളല്ലേ. അവർക്ക് അനങ്ങാൻ വകുപ്പില്ല. അവർക്ക് അനങ്ങാൻ പറ്റൂല. ആകെ അനക്കം ഉണ്ടാവാൻ പോകുന്നത് ഈ ക്രൗൺ പോയിന്റ് ആണ്. സോ ക്രൗൺ പോയിന്റ് ഒന്ന് പൊന്തി എത്ര? ബൈ ദിസ് മച്ച് എമൗണ്ട്. ക്ലിയർ ആണോ? സോ നമുക്കതൊന്ന് പൊങ്ങിയതായി കാണിക്കാം. യെസ്, ഡ്യൂ ടു ടെമ്പറേച്ചർ ഇൻക്രീസ് there is a എക്സ്പാൻഷൻ. എങ്ങനെ സംഭവിച്ചു? ഇത്തരത്തിൽ H എന്ന് പറയപ്പെട്ട ഈ പോയിന്റ് ഇത്രയും ഹൈറ്റിലോട്ട് എന്ത് ചെയ്യപ്പെട്ടു? റൈസ് ചെയ്യപ്പെട്ടു. സോ ഡെൽറ്റ H എത്രയാണ്? യെസ്, 4 സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ H എത്രയായിരുന്നു? 4 മീറ്റർ എന്നാണ്. ഇവിടെയാണ് ആൾക്കാർ തെറ്റിക്കുക. റൈസ് 4 മീറ്റർ ആണ്. ടെമ്പറേച്ചർ കൂടിയപ്പോൾ ആ ഗ്രൗണ്ട് പോയിന്റ് 4 സെന്റിമീറ്റർ ഇൻക്രീസ് ആയിന്നാണ്. L തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. ഐ ഹോപ്പ് L വാല്യൂ എത്രയാണ്? L വാല്യൂ ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. യെസ്, L വാല്യൂ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം. സോ ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇതാണ് തിയറി. ഇതാണ് റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാകുന്നു. എന്നിട്ട് ഒരു കാര്യം കൂടി നമുക്കറിയാം. ഇവിടെയൊക്കെ ലോഡ് എന്താണ്? ഇവിടെ ലോഡ് UDL ആണ്. ലോഡ് ഓഫ് എമൗണ്ട് എത്ര? W. ഓക്കെ, വേണമെങ്കിൽ ഞാൻ വരയ്ക്കാം. ഇവിടെ ലോഡ് എത്രയായിരുന്നു? ഇവിടെ യെസ്, W എന്ന് പറയുന്ന UDL ഉണ്ട്. നിങ്ങൾക്കറിയാം 3-hinged പരാബോളിക് ആർച്ച്. ഓക്കെ, ഏത്? 3-hinged പരാബോളിക് ആർച്ച് ആണ്. വിത്ത് UDL ആണെങ്കിൽ ത്രൂ ഔട്ട് ദ സ്പാൻ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എത്രയായിരുന്നു? WL സ്ക്വയർ ഡിവൈഡ് ബൈ 8H. അറിയാലോ. യെസ്, ഈ ഒരു സെഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഫോർമുല ഒക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയ ഈ ലോഡിന് മാറ്റമില്ല, ഈ ലെങ്ത്തിന് മാറ്റമില്ല. മാറ്റം ഉണ്ടാകുന്നത് റൈസിൽ മാത്രമാണ്. ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ആ ഹൈറ്റിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H-ന് മാറ്റം ഉണ്ടാവും. ആസ് ദേ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. എന്ത് പറയാം? ആസ് ദ റൈസ് ഇൻക്രീസസ്. ഇവിടെ അതല്ലേ സംഭവിക്കുന്നത്. ഇവിടെ റൈസ് എന്തായി? കൂടിയില്ലേ? എന്ത് സംഭവിക്കും? ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഡിക്രീസസ്. അതാണ് ഒന്നാമത്തെ തിയററ്റിക്കൽ ചോദ്യം. ടെമ്പറേച്ചർ കാരണം നിങ്ങളെ ക്രൗൺ പോയിന്റ് റൈസ് ആകുന്നു എങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റിൽ കുറവാണോ ഉണ്ടാവുക, കൂടുതലാണോ ഉണ്ടാവുക? തീർച്ചയായിട്ടും ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യപ്പെടും. അത് നമ്മൾ ഇപ്പം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി എത്രത്തോളം ചേഞ്ച് ഉണ്ടാകും എന്ന് മനസ്സിലാക്കണമെങ്കിൽ പരിപാടി ഇതാണ്. നോക്കിയേ, H is equal to എന്താണ്? WL square divided by 8H ആണ്. ലെറ്റ്സ് സേ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. നമുക്ക് ഇതിനെ ഒന്ന് ഡിറൈവ് ചെയ്യാം. കാരണം ചേഞ്ചസ് അല്ലേ കാണേണ്ടത്, മാറ്റങ്ങളല്ലേ കാണേണ്ടത്. എത്ര മാറ്റം ഉണ്ടായി? റൈസ് ഇൻക്രീസ് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ത്രസ്റ്റ് കുറയും. സോ മാറ്റമല്ലേ? മാറ്റം എന്ന് വെച്ചാൽ ഡിഫറൻസിയേഷൻ അല്ലേ? സോ DH by വിത്ത് റെസ്പെക്ട് ടു ഏതാണ്? സ്മോൾ DH. കാരണം ദ ഓൺലി വേരിയബിൾ ഹിയർ ഈസ് സ്മോൾ h, ദാറ്റ് ഈസ് ദ റൈസ്. ഈക്വൽ ടു എന്താ വരിക?
W കോൺസ്റ്റന്റ് ആണ്, L സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, A2 കോൺസ്റ്റന്റ് ആണ്, ബട്ട് ദ വേരിയബിൾ ഈസ് H ആണ്. അതിപ്പോ 1/h ആണ്. 1/x ഈസ് -1/x സ്ക്വയർ. അറിയാലോ പഴയ മാത്സ്. സോ എന്താ വരിക? -1/h സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? ലെറ്റ്സ് സേ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നിങ്ങൾ 2/1 ഒന്ന് ചെയ്തേ. എങ്ങനെ വന്നു എന്നും കൂടി മനസ്സിലാക്കിയാലല്ലേ കാര്യങ്ങൾ കളർഫുൾ ആവുള്ളൂ. യെസ്. സോ എന്ത് വരും? dh by small dh by capital H. 2/1 ചെയ്യാണ്. ഓക്കെ. So this is W L square by 8h into -1/h square divided by എന്താണ്? Yes, W L square. So ഇവിടെ h ഇല്ലല്ലോ. വെയിറ്റ് ഇവിടെ h ഇല്ലല്ലോ. ഇവിടെ h ഇല്ല. ഓക്കെ. ഇവിടെ h ഇല്ലല്ലോ. ഇവിടെ W L square by 8 ഉള്ളൂ. So W L square by 8 into -1/h square divided by എന്താ വരിക? W L square divided by 8h എന്നാണ് വരിക. എന്തോ ക്യാൻസൽ ആവും. കട്ട് ചെയ്യൂ. W L square 8 ക്യാൻസൽ ആയി. ഇവിടെ h സ്ക്വയർ ആണ്. ഇവിടെ h ഉള്ളൂ. സോ ഫൈനലി യു വിൽ ഗെറ്റ് dh by dh small h into capital H is equal to -1/h എന്ന് കിട്ടും. എനിക്ക് അതിനൊന്ന് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ? dh capital H divided by capital H is equal to, ഞാൻ സ്മോൾ dh നെ അങ്ങോട്ട് എടുത്തു മൈനസ്, യെസ്, ഇങ്ങനെ മാറ്റി എഴുതി കൂടെ. ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റൂല്ലോ? അത് പറഞ്ഞാൽ മതി. ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റുമോ? ഫൈനലി എത്തുന്ന റിലേഷൻ ഇങ്ങനെയാണ്. യെസ്, d capital H divided by capital H is equal to minus d small h divided by, യെസ്, സ്മോൾ h ആണ്. ഓക്കെ. നമ്മൾ ഫിഗറിൽ ഈ dh, അതായത് ഇവിടെ എന്താണ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ? ഇവിടെ നമ്മൾ സ്മോൾ ഡെൽറ്റ h മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് dh ആണ്. ഓക്കെ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് dh ആണ്. കാണുന്നുണ്ടോ? വേരിയബിൾസ് കാണുന്നുണ്ടോ? ഇത് തന്നെയാണ് സ്മോൾ dh, സ്മോൾ h അറിയാം, ആൻഡ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് അറിയാം, വിച്ച് ഇസ് ഇക്വേഷൻ ഇതാണ്. സോ റിലേഷൻ കിട്ടി. മാറ്റം അറിഞ്ഞാൽ മതി. മാറ്റമാണ് അഖിലസാര മൊഴിയിൽ. നോക്കിയേ ഇവിടെ, യെസ്, റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ ത്രസ്റ്റിൽ എത്ര മാറ്റം ഉണ്ടാകുന്നു എന്നാണ്. എന്തായിരുന്നു ട്രസ്റ്റ് എന്തായിരുന്നു? h ആയിരുന്നു. മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ dh അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ബേസിക്കലി ദേ ആർ ആസ്കിംഗ് ടു ഫൈൻഡ് ഔട്ട് dh. എന്താണ് ഇക്വേഷൻ? dh by h is equal to minus d small h divided by h ആയിരുന്നു. They are asking to find out the change in the horizontal thrust ആണ്, which is equal to മൈനസ്. ഇനി ആവശ്യമില്ല, കാരണം മൈനസിന്റെ അർത്ഥം എന്താണ്? കാര്യങ്ങൾ കുറയപ്പെടുന്നു. യെസ്, കുറവ് കാണുന്നു എന്നുള്ളതാണ്. സോ വാല്യൂ പറഞ്ഞാൽ മതി നമുക്ക്. അതേ ഓപ്ഷൻ ഉള്ളൂ. ഇൻറ്റു ക്യാപിറ്റൽ H. സോ എന്താ വരിക? dh എത്രയാണ്? 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സ്മോൾ h എത്രയാണ്? 4 മീറ്റർ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ H 10 കിലോ ന്യൂട്ടൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ എല്ലാത്തിന്റെയും യൂണിറ്റും കൂടി ചേർത്ത് എഴുതുകയാണ്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. യെസ്, ബാക്കി പറഞ്ഞേ. ബാക്കി 4ാം ക്ലാസ്സും കുസ്തിയാണ്. 4 × 10⁻² ഡിവൈഡ് ബൈ 4 ഇപ്പോഴല്ലേ മീറ്റർ ആയത്, ഇൻറ്റു 10 കിലോ ന്യൂട്ടൺ. സോ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്, സ്പഷ്ടമാവുകയാണ്. ഈ പരിപാടി എളുപ്പമാണ്. സോ ദ ചേഞ്ച് ഇൻ ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഈസ് ഈക്വൽ ടു 0.1 കിലോ ന്യൂട്ടൺ എന്ന അവസാനത്തെ ആൻസറിലേക്ക് എത്തുകയാണ്, ഒടുക്കത്തെ ആൻസറിലേക്ക് എത്തുകയാണ്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട് ടീമേ, നോക്കൂ. ഓപ്ഷൻ സി 0.1 കിലോ ന്യൂട്ടൺ. ചോദ്യം ഇതായിരുന്നു, നമ്മുടെ ആർച്ചിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ആർച്ചിൽ എന്ന് മാത്രമല്ല, എവിടെ ഇൻക്രീസ് ചെയ്താലും എക്സ്പാൻഷൻ ഉണ്ടാവുക. there will be change in the dimension. ആർച്ച് ആയതുകൊണ്ട് വേറെ എവിടെയും അനങ്ങാൻ പറ്റൂല. ക്രൗൺ പോയിന്റിൽ എന്തുണ്ടാവും? ഹൈറ്റ് കൂടും. അങ്ങനെ ക്രൗൺ പോയിന്റിൽ അല്ലെങ്കിൽ റൈസിൽ ചേഞ്ച് ഉണ്ടാവുകയാണ്, ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കുറയപ്പെടും. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, യെസ്, ഇങ്ങനെയാണ്, ഇത്രയാണ് കുറയുന്നത്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. ക്വസ്റ്റ്യൻ നമ്പർ 15ലേക്ക് കടക്കാം. നോക്കിയേ. യെസ്, an SSB of length 10 meter is subjected to, yes, an SSB of length 10 meter is subjected to a moving load of 10 kilonewton, 5 kilonewton, which is spaced at 2 meter apart. Okay, determine the maximum support reaction at A. സപ്പോർട്ട് റിയാക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഇവിടെയും മുള്ളറിന്റെ ഉഡായിപ്പ് വരികയാണ്. സോ സിംപ്ലി സപ്പോർട്ട് ബീം വരയ്ക്കാം. യെസ്, മൂപ്പര് ആ പറഞ്ഞ ഉഡായിപ്പ് കാരണമാണ് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ ആൻഡ് ബി ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ സപ്പോർട്ട് റിയാക്ഷൻ അറ്റ് എ ആണ്. ആസ് പെർ ദ മുള്ളർ പ്രിൻസിപ്പൾ ഇതാണ് പരിപാടി.
ആസ് പെർ ദ മുള്ളർ പ്രിൻസിപ്പൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതല്ലേ നമ്മുടെ ബീം ഇതല്ലേ. എവിടെയാ നമുക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കേണ്ടത്? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ VA, അതായത് വെർട്ടിക്കൽ റിയാക്ഷൻ VA എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെയാണോ നിങ്ങൾക്ക് ഏത് സപ്പോർട്ടിലാണോ നിങ്ങൾക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് ആ സപ്പോർട്ട് റിമൂവ് ചെയ്യാം. ഏത് സപ്പോർട്ടിലാണോ നിങ്ങൾക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് ആ സപ്പോർട്ട് റിമൂവ് ചെയ്യുക. എന്നിട്ട് അവിടെ മുകളിലോട്ട് ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് മൂപ്പർ പറഞ്ഞ ഉടായ്പ്. ഓക്കെ, ഏലാണ് കണ്ടുപിടിക്കേണ്ടത്. എനെ അങ്ങ് റിമൂവ് ചെയ്യുക. വേറൊരു ടീമിനെയും അനക്കരുത്, വേറെ ആരെയും ഡിസ്റ്റർബ് ചെയ്യരുത്. ഓക്കെ, സോ എങ്ങനെയാ വരിക പരിപാടി? സോ എയിൽ ഞാൻ റിമൂവ് ചെയ്തു. ഓക്കെ, ബിനെ ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. ബി അങ്ങനെ തന്നെയാ ഉള്ളത്. ഇനി ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നു? ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ഉണ്ടാവുക? ഇത് മുകളിലോട്ട് ഉയരും ബൈ എൻ എമൗണ്ട് ഓഫ് 1. യെസ്, ഈ പറയുന്ന ഡിഫ്ലക്റ്റഡ് ഷേപ്പ് അല്ലേ ഉണ്ടാവുക. സിമ്പിള്. 4ാം ക്ലാസ്സും കുസ്തിയും ഈ വരച്ചിരിക്കുന്നതിനെ ILD ഫോർ സപ്പോർട്ട് റിയാക്ഷൻ അറ്റ് എ എന്ന് പറയും, ഓർ ILD ഫോർ VA എന്ന് പറയും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ILD വരയ്ക്കാൻ എളുപ്പമാർഗം മുള്ളർ തന്നു എന്നുള്ളത്. വേറൊരു രീതി പറഞ്ഞാൽ ILD വരയ്ക്കാൻ ഉടായ്പ പരിപാടി മുള്ളർ തന്നു എന്ന് പറയാം. ക്ലിയർ അല്ലേ? സോ എന്ത് കിട്ടി നമുക്ക്? ILD കിട്ടി. ഇനി ILDന്റെ മുകളിലാ പരിപാടി. സോ ILD ഞാൻ മാറ്റി വരയ്ക്കുകയാണ് ഇവിടെ. ദിസ് ഈസ് ദ ILD ഫോർ സപ്പോർട്ട് റിയാക്ഷൻ VA ആണ്. ഓക്കെ, ILD ഫോർ സപ്പോർട്ട് റിയാക്ഷൻ. യെസ്, ILD ഫോർ VA എന്നെഴുതാം. അതായിരിക്കും ചുരുക്കി ILD ഫോർ VA എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? നോക്കിയേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ലോഡ് ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യനിൽ 10 കിലോ ന്യൂട്ടന്റെയും 5 കിലോ ന്യൂട്ടന്റെയും ഒരു കോമ്പിനേഷൻ ലോഡാണ് മൂവ് ചെയ്യുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 മീറ്റർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 മീറ്റർ. അതായത് ലോഡ് വരച്ചാൽ എങ്ങനെയുള്ളത്? ലോഡ് ഈസ് സംവാട്ട് ലൈക്ക് ദിസ്. 2 മീറ്റർ ദൂരെ മാറിക്കൊണ്ട് 5 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ലോഡുണ്ട്, 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ലോഡുണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്റർ ആണ്. ഈ ലോഡാണ് ഈ മെമ്പറിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, റോൾ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ലോഡാണ്. 2 മീറ്റർ ദൂരെ 5 കിലോ ന്യൂട്ടൺ ആൻഡ് 10 കിലോ ന്യൂട്ടൺ ലോഡുകൾ ഉണ്ട്. ആ കോമ്പിനേഷൻ, ആ കമ്പൈൻഡ് ലോഡാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആ കമ്പൈൻഡ് ലോഡാണ് മൂവ് ചെയ്തത്. നമുക്ക് വേണ്ടത് മാക്സിമം റിയാക്ഷൻ ആണ് വേണ്ടത്. മാക്സിമം റിയാക്ഷൻ അറ്റ് ദ പോയിന്റ് VA ആണ് വേണ്ടത്. 2 സാധ്യതകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നോക്കിയേ, ഇത് വീണ്ടും അതേ ILD വരച്ചിരിക്കുകയാണ് ഫോർ VA. നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന ഈ ലോഡിനെ എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ യെസ്, ഈ വാല്യൂ 1 ആണ്. ഈ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ഈ ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ് അറിയാം. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 10 മീറ്റർ ആണെന്ന് അറിയാം. ഓക്കെ, ദിസ് ഇസ് ദ പോയിന്റ് B ആൻഡ് ദിസ് ഇസ് ദ പോയിന്റ് B. സെയിം പോയിന്റ് ആണ്. ക്ലിയർ അല്ലേ? നമുക്ക് A എന്ന് പറയുന്ന പോയിന്റിലെ പരിപാടിയാണ് വേണ്ടത്. ILDയിലാണ് എല്ലാ പരിപാടിയും. നിങ്ങൾക്ക് ലോഡുകൾ 2 രീതിയിൽ പ്ലേസ് ചെയ്യാം. നമുക്ക് മാക്സിമം റിയാക്ഷൻ ആണ് വേണ്ടത്. നിങ്ങൾ ആലോചിച്ചാൽ മതി, 4ാം ക്ലാസ് കുസ്തിയാണ്. നിങ്ങൾക്ക് ലോഡിനെ ഒന്നെങ്കിൽ ഈ 10 കിലോ ന്യൂട്ടൺ ഇവിടെ മാക്സിമം ആയിട്ട് വരുന്നു, 10 കിലോ ന്യൂട്ടൺ ഇവിടെ മാക്സിമം ആയിട്ട് വരുന്നു, എന്നിട്ട് 5 കിലോ ന്യൂട്ടൺ എവിടെ വരയ്ക്കുന്നു? യെസ്, ഇവിടെ വരയ്ക്കുന്നു. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നോക്കിയേ, ഈ പറയുന്ന റിയാക്ഷനിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? VA എന്ന് വരാൻ പോകുന്ന റിയാക്ഷനിൽ 10 കിലോ ന്യൂട്ടനും 5 കിലോ ന്യൂട്ടനും വ്യക്തമായ സ്പഷ്ടമായ കൈകടത്തൽ ഉണ്ടാവും. ഇനി അതല്ല, വേറെ രീതിയിൽ വരച്ചേ. നിങ്ങൾ 10 കിലോ ന്യൂട്ടൺ ഇവിടെയാണ് കാണിക്കുന്നത്. ഹലോ, നിങ്ങൾ 10 കിലോ ന്യൂട്ടൺ ഇവിടെ കാണിച്ചു, ബട്ട് നിങ്ങൾ 5 കിലോ ന്യൂട്ടനെ ഈ പറയുന്ന ഡയഗ്രത്തിനൊക്കെ പുറത്താണ്, അല്ലെങ്കിൽ മെമ്പറിന്റെ മുകളിലേക്ക് കടത്തിവിടുന്ന പോലുമില്ല. ഇങ്ങനെയാണ് ലോഡ് കോമ്പിനേഷൻ കാണിച്ചതെങ്കിലോ ഇവിടെ റിയാക്ഷൻ VAയിൽ കൈ കടത്തുന്ന ആര് മാത്രമേ ഉള്ളൂ? 10 കിലോ ന്യൂട്ടൺ അല്ലേ റോൾ ഉള്ളൂ. 5 കിലോ ന്യൂട്ടൺ മെമ്പറിലേക്ക് കടന്നിട്ട് പോലുമില്ല, മെമ്പറിന്റെ പുറത്താണുള്ളത്. അതായത് എവിടെയായിരിക്കും VA എന്ന് പറയുന്ന റിയാക്ഷൻ ഇവിടെ 10 കിലോ ന്യൂട്ടൺ മാത്രമാണ് കാരണമാക്കുന്നത്. ബട്ട് മുകളിലത്തെ ഫിഗറിൽ VA എന്ന് പറയുന്നതിൽ ആരൊക്കെ കൈകടത്തലുണ്ട്? 10 കിലോ ന്യൂട്ടണും 5 കിലോ ന്യൂട്ടണും കൈകടത്തലുള്ളത് കാരണം നമുക്ക് മാക്സിമം റിയാക്ഷൻ കിട്ടാൻ പോകുന്ന അവസ്ഥ ഏതായിരിക്കും? ഈ അവസ്ഥയായിരിക്കും. നോക്കിയേ, ഇവിടെ ഞാൻ മുന്നിൽ 5 കിലോ ന്യൂട്ടൺ വരച്ചു, പുറകിലാണ് 10 കിലോ ന്യൂട്ടൺ വരച്ചിരിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മാക്സിമം ഓർഡിനേറ്റ് എവിടെയാണോ അവിടെ ഞാൻ വലിയ ലോഡ് വെക്കാൻ ശ്രമിച്ചു.
അപ്പോഴാണ് 5 കിലോ ന്യൂട്ടന് ഏറ്റവും ചെറിയ എക്സ് എന്ന് പറയുന്ന ഓർഡിനേറ്റ്. ഓക്കെ, സോ 10 കിലോ ന്യൂട്ടന്റെ ഓർഡിനേറ്റ് എത്രയാണ് ഇവിടെ 1 ആണ്. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റ് എക്സ് ആയിരിക്കും തീർച്ചയായിട്ടും. നോക്കിയേ, ഞാൻ വേറെ രീതിയിൽ വരച്ചാലോ? വേറെ ഒരു പോസിബിലിറ്റി നോക്കിയേ, വേറെ ഒരു സാധ്യത. നമ്മൾ എല്ലാ സാധ്യതയിലൂടെയും കടന്നു പോകണം. വേറെ ഒരു സാധ്യത നോക്കിയേ. യെസ്, വേറെ ഒരു സാധ്യത നോക്കൂ. വേറെ ഒരു രീതിയിൽ ഫിഗർ വരയ്ക്കാം. വേറെ ഒരു രീതിയിൽ ഫിഗർ വരച്ചാൽ ഇതാണ് ILD വരച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ILD അല്ലെ? എന്തിന്റെ ILD? സപ്പോർട്ട് റിയാക്ഷൻ ILD ഫോർ VA ആണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഓർഡിനേറ്റ് ആയ 1ന്റെ മുകളിൽ 5 കിലോ ന്യൂട്ടൺ വെക്കാം. 10 കിലോ ന്യൂട്ടനെ കുറച്ച് മുന്നോട്ട് പറഞ്ഞയക്കാം. പക്ഷെ പ്രശ്നം എന്താണ്? 10 കിലോ ന്യൂട്ടൺ ആ സമയത്ത് Y എന്ന് പറയുന്ന ചെറിയ ഓർഡിനേറ്റേ ഉണ്ടാവുള്ളൂ. യെസ്, അതിൽ എഫക്ട് എങ്ങനെയായിരിക്കും നോക്കിയേ. വലിയ ലോഡിൽ ചെറിയ ഓർഡിനേറ്റേ ഉണ്ടാവുന്നുള്ളൂ. യെസ്, എന്താണ് സപ്പോർട്ട് റിയാക്ഷന്റെ ഫോർമുല? സപ്പോർട്ട് റിയാക്ഷന്റെ ഫോർമുല ഈസ് ഈക്വൽ ടു ലോഡ് ഇന്റൻസിറ്റി ഇൻറ്റു എന്താണ്? ഓർഡിനേറ്റ് ആണ്. ലോഡ് ഇന്റൻസിറ്റി ഇൻറ്റു ഓർഡിനേറ്റ് ആണ്. ക്ലിയർ അല്ലേ? ലോഡ് ഇന്റൻസിറ്റി ഇൻറ്റു എന്താണ്? ഓർഡിനേറ്റ് ആണ് ആ പറയുന്ന സപ്പോർട്ട് റിയാക്ഷന്റെ ഇക്വേഷൻ. നമുക്കറിയാം, നമ്മൾ ബെൻഡിങ് മൊമെന്റിലും ഷിയർ ഫോഴ്സിലും ഒക്കെ ഇതേ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ വരിക? ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഫിഗറിൽ യെസ് 1 ആണ് വലിയ ഓർഡിനേറ്റ്. തീർച്ചയായിട്ടും അതിനെക്കാളും ചെറിയതായിരിക്കും. Y ഈസ് ലെസ് ദാൻ 1 അല്ലേ? കാരണം എന്താണ്? ഇത്രയല്ലേ ഡിസ്റ്റൻസ് ഉള്ളൂ. സോ ഇവിടെ എന്താ വരിക? 5 into 1 എന്നാണ് വരിക, പ്ലസ് യെസ് 10 into Y എന്ന് പറയുന്ന ഓർഡിനേറ്റേ വരുള്ളൂ. ആൻഡ് Y ഈസ് ഡെഫിനറ്റ്ലി ലെസ് ദാൻ 1 ആണ് ഇപ്പം ഇവിടെ. ഓക്കെ, സോ ഈ ഫിഗറിൽ മാക്സിമം റിയാക്ഷൻ കിട്ടൂല. മാക്സിമം റിയാക്ഷൻ കിട്ടുന്ന ഏക രേഖാചിത്രം ഇതാണ്. കാരണം ഇവിടെ വലിയ ലോഡിന് വലിയ ഓർഡിനേറ്റ് കാണപ്പെടുന്നു, ആൻഡ് ചെറിയ ലോഡിന് ചെറിയ ഓർഡിനേറ്റ് ഉണ്ട്. അതായത് രണ്ട് ലോഡിനും പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ആൻഡ് വലിയ ലോഡിന് വലിയ ഓർഡിനേറ്റ് കിട്ടുകയും ചെയ്യുന്നു. ഈ ഫിഗർ നോക്കിയേ, ഇവിടെയും രണ്ട് ലോഡിനും പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ബട്ട് വലിയ ലോഡിൽ ചെറിയ ഓർഡിനേറ്റ് ആണ്. അപ്പോൾ മാക്സിമം കിട്ടൂലല്ലോ. കിട്ടൂല എന്ന് പറഞ്ഞാൽ കിട്ടൂല, ഉറപ്പാണ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഏറ്റവും ആദ്യം വരച്ച ഫിഗർ ആണ് നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. ഏതാണ് ആ ഫിഗർ? യെസ്, ഈ ഫിഗർ ആണ് ഏറ്റവും സ്പഷ്ടമായി നമുക്ക് വേണ്ടത്. ക്ലിയർ അല്ലേ? ഈ ഫിഗറിൽ നമുക്ക് ഇനി ഡിസ്കഷൻ നടത്താം. ലോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ട് എത്രയായിരുന്നു? 2 മീറ്റർ ആണ്. നോക്കിയേ, ഇത്രയും ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 10 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴാണ് 1 എത്തുന്നത്. ഓക്കെ, വെൻ യു ട്രാവൽ 10 മീറ്റർ, ഓർഡിനേറ്റ് ഈക്വൽ എത്രയാണ്? ഓർഡിനേറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലെ? 10 മീറ്റർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോഴാണ് 1 വരുന്നതെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? എക്സ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇവിടുന്ന് മൊത്തം 10 മീറ്റർ ആണ്. ബിയിൽ നിന്നും മൊത്തം 10 മീറ്റർ ആണ്. ഈ ലോഡ് കോമ്പിനേഷന്റെ ഡിസ്റ്റൻസ് 2 മീറ്റർ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 10 - 2 ഈസ് ഈക്വൽ ടു 8 മീറ്റർ ആയിരിക്കില്ലേ? യാതൊരു ഡൗട്ടും ഇല്ല അതിൽ. സോ ദിസ് ഈസ് ഈക്വൽ ടു 8 മീറ്റർ ആണ്. സോ 10 മീറ്റർ മൂവ് ചെയ്യുമ്പോൾ 1 ആണ്. 1 മീറ്റർ മൂവ് ചെയ്യുമ്പോൾ 1/10 which is equal to 0.1 ആയിരിക്കും. Therefore when you are moving a distance of 8 meter, it will be 0.1 into 8, that is x is equal to 0.8 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 5 മീറ്റർ ലോഡിന് താഴെയുള്ള ഓർഡിനേറ്റ് 0.8 ആണ്. 5 കിലോ ന്യൂട്ടൺ ലോഡിന് താഴെയുള്ള ഓർഡിനേറ്റ് 0.8 ആണെന്ന് മനസ്സിലാക്കുകയും ഇനി നമുക്ക് മാക്സിമം ലോഡ് കോമ്പിനേഷൻ പറയാൻ പറ്റും. നോക്കിയേ, ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൽ ഇത്രയും ലെങ്ത് ആവുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ കൺസെപ്റ്റുകൾ വളരെ വ്യക്തമാണെങ്കിൽ ഒറ്റ ഫിഗറെ നിങ്ങൾ വരയ്ക്കുള്ളൂ. ഈ 3 പോസിബിലിറ്റി ഒന്നും നിങ്ങൾ വരച്ചു നോക്കൂല. കാരണം എന്താണ്? നമുക്ക് കാര്യങ്ങൾ അറിയാം. ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? സോ എന്താണ് ലോഡ് മാക്സിമം റിയാക്ഷൻ? എന്താ വരിക? മാക്സിമം റിയാക്ഷൻ അറ്റ് എ will be is equal to ലോഡ് ഇന്റൻസിറ്റി ഇൻറ്റു എന്താണ്? ഓർഡിനേറ്റ് ആണ്. ഇവിടെ 10 എന്ന് പറയുന്ന ലോഡിന്റെ ഓർഡിനേറ്റ് എത്രയാണ്? 10 കിലോ ന്യൂട്ടൺ ഇൻറ്റു 1 ആണ് വരേണ്ടത്, പ്ലസ് 5 കിലോ ന്യൂട്ടൺ. എത്ര കിട്ടിയപ്പോ? 5 കിലോ ന്യൂട്ടൺ ഇൻറ്റു എത്ര ഓർഡിനേറ്റ് കിട്ടിയത്? 0.8 അല്ലേ? 0.8. So that is equal to 10 plus 5 4 8, that is equal to 4. Answer is 14 kilonewton. Yes, this is the maximum reaction when a load combination of 5 kilonewton and 10 kilonewton at a distance of 2 meter moves. They are keep on moving on. Rolling ലോഡുകളാണ്. ക്ലിയർ അല്ലേ പോയിന്റ്? So answer is option C ആണ്.
ദാറ്റ് ഈസ് ഈക്വൽ ടു 14 kN. ക്ലിയർ അല്ലേ പോയിന്റ്? യെസ്. നോക്കിയേ, നമുക്ക് 1 year സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ടാണ് ഈ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. സ്ട്രക്ചർ അനാലിസിലായിരുന്നു വീക്ക് 9 ഡിസ്കഷൻ. യെസ്, 20 ക്വസ്റ്റ്യൻ അടങ്ങുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു. ഈ ഒരു സെഷനിൽ നമുക്ക് 15 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് ഇത് പാർട്ട് 1 ആണ്. ബാക്കി 5 ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന്റെ പാർട്ട് 2 ആയിട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. നോക്കിയേ, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഇൻഫർമേഷൻ പറയുകയാണ്. യെസ്, സിവിൽ എഞ്ചിനീയറിംഗിന്റെ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള സന്തോഷ വാർത്ത. സൈലം ടെക്നിക്കലിന്റെ ഭാഗത്തു നിന്നും ഹോളിഡേ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാണ്. ആൻഡ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് April 21-നാണ്. ഏറ്റവും മികച്ച കണ്ടന്റ്, കിടിലം കണ്ടന്റ്, എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ പോയിന്റുകളും നമുക്ക് ഡിസ്കസ് ചെയ്യണം. എക്സാമിൽ ഒരു മാർക്ക് പോലും നമുക്ക് കുറയാൻ പാടില്ല. ഈ പറയുന്ന കിടിലം കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തുന്നത് നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റിൽ, ദാറ്റ് ഈസ് ഓൺലി ഇൻ 15,000 rupees ആണ്. ഓക്കെ, ഹോളിഡേ ബാച്ച് 21-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. April 21-ന് 15,000 രൂപയ്ക്കാണ് മുഴുവൻ കണ്ടന്റും നിങ്ങളിലേക്ക് എത്തുന്നത്. സിമിലർലി ഓവർസിയർ എക്സാംസിന്റെ എന്താണ് കാലമാണ് വരാൻ പോകുന്നത് അല്ലെ. ഓൾറെഡി കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇറങ്ങി. യെസ്, ആൻഡ് ഓവർസിയർ സിവിലിന്റെ ഓഫ്ലൈൻ ക്ലാസ്സസ് ലോഞ്ച് ചെയ്യാണ് കോഴിക്കോട്. അത് April 4-ലാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഏറ്റവും അഫോർഡബിൾ കോസ്റ്റിലാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. വെറും 10,000 രൂപയ്ക്കാണ് ഈ പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. സോ ഇന്ന് തന്നെ സൈലം ടെക്നിക്കൽ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക, കാര്യങ്ങൾ ചോദിച്ചറിയുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണം, എക്സാം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. വീണ്ടും കാണാം മറ്റൊരു അവസരത്തിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ പാർട്ട് 2-വുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.